ഹലോ ചിൽഡ്രൻ, ഈ വർഷം എന്ന് പറഞ്ഞാൽ 2025 നടന്ന ജെഇ മെയിൻ എക്സാമിൻ്റെ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് ജാനുവരി സെഷനിൽ നടന്നതാണ്. അത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 23 ജാനുവരി മോർണിംഗ് ഷിഫ്റ്റിൽ നടന്ന എക്സാമാണ്. നമുക്ക് സമയം കളയാണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കൂ, റിഗാർഡിംഗ് സെൽഫ് ഇൻഡക്റ്റൻസ്, ദ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ കോയിൽ ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ് ജോമെട്രി. അപ്പോൾ ഒരു കോയിലിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത് ഇവിടെ പറയുന്നത്. അപ്പോൾ കോയിലിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഡിറൈവ് ചെയ്യാം. കൺസിഡർ എ കോയിൽ ഓ സ്മോൾ റേഡിയസ്, ചെറിയ റേഡിയസ് ഉള്ള ഒരു കോയിലാണെന്ന് വിചാരിക്കുക, n ടേൺസ്. ഇതിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അറിയാവോ? സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ വെരി ഡെഫിനിഷൻ ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്താണെന്ന് ആലോചിച്ചാൽ മതി. ഫ്ലക്സ് ലിങ്കേജ് n ടേണിലുള്ള ഫ്ലക്സ് n∅ ഡിവൈഡഡ് ബൈ i. അപ്പോൾ n∅ എന്ന് പറഞ്ഞാൽ b ഇൻറ്റു a ആണ്, ഡിവൈഡ് ബൈ i. അപ്പോൾ L ഈസ് ഈക്വൽ ടു NA/I ഞാൻ ഇങ്ങോട്ട് എഴുതി, NA/I. ഇനി ഫീൽഡ്, ഇതിലെ സെൻറ്ററിലെ ഫീൽഡുമായിട്ട് ഞാൻ അപ്രോക്സിമേറ്റ് ചെയ്യുക. ആക്ച്വലി ഇതിൽ ഉള്ള ഫീൽഡ് പല പോയിന്റിലും ഡിഫറൻറ്റ് ഫീൽഡ് ആയിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ചെറിയ കോയിലാണ്, റേഡിയസ് വളരെ ചെറിയൊരു കോയിലാണെങ്കിൽ യു ക്യാൻ അപ്രോക്സിമേറ്റ് ദ ഫീൽഡ് ടു ബി യൂണിഫോം ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ഫീൽഡ് അറ്റ് ദ സെൻറ്റർ. അപ്പോൾ ഫീൽഡ് അറ്റ് ദ സെൻറ്റർ എത്രയാണെന്ന് ഓർമ്മയുണ്ടോ? ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഈസ് μ0, n ടേൺസ് ഉള്ളതുകൊണ്ട് NI ഡിവൈഡഡ് ബൈ 2R. ഈ ഐയും വെട്ടിക്കളഞ്ഞാൽ നമുക്ക് സെൽഫ് ഇൻഡക്റ്റൻസ് ഇങ്ങനെ കിട്ടും. μ0 ഒരു മീഡിയം കൂടി ഉണ്ടെങ്കിൽ μR കൂടെ നിങ്ങൾ എഴുതേണ്ടി വരും. ഓക്കെ, ഇഫ് ദർ ഇസ് എ മീഡിയം, ഇത് ഒരു മീഡിയത്തിലാണ് ഉള്ളതെങ്കിൽ μR കൂടെ നമ്മൾ എഴുതേണ്ടത്. μ0 μR n² A ഡിവൈഡഡ് ബൈ 2R എന്ന് വന്നു. ഇനി ഈ ഇക്വേഷൻ നോക്കിയിട്ട് വേണം ഇതിൻ്റെ ആൻസർ പറയാൻ. നോക്കൂ, സെൽഫ് ഇൻഡക്റ്റൻസ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ പെർമിയബിലിറ്റി ഓഫ് ദ മീഡിയം എന്ന് പറയുന്നത് തെറ്റാണ്. മീഡിയം ഉണ്ടെങ്കിൽ μR ഓൾസോ വിൽ കം. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കൂ, എ നമുക്ക് നോക്കാം ആദ്യമേ. സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ കോയിൽ ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ് ജോമെട്രി എന്ന് പറഞ്ഞാൽ ഏരിയ, റേഡിയസ് ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ എ കറക്റ്റാണ്. ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ പെർമിയബിലിറ്റി ഓഫ് ദ മീഡിയം എന്ന് പറഞ്ഞാൽ തെറ്റാണ്. സെൽഫ് ഇൻഡക്റ്റൻസ് ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് അനലോഗ് ഓഫ് മാസ് ഇൻ ദ മെക്കാനിക്സ്. ഓക്കെ, ഓസിലേഷൻ്റെ കേസിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു SHM ആണ് ചെയ്യുന്നതെങ്കിൽ ഒരു SHMൻ്റെ ടോട്ടൽ എനർജി നമ്മളെങ്ങനെ എഴുതും? ½mv² പ്ലസ് ½kx². സ്പ്രിംഗ് മാസ് സിസ്റ്റം ആണെന്ന് വിചാരിച്ചു, ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ എനർജി. ഇതേ സ്ഥാനത്ത് നിങ്ങൾ LC ഓസിലേഷൻ എങ്ങനെ എഴുതുമെന്ന് ആലോചിച്ച് നോക്കി. ½ Li² പ്ലസ് ½ q² ബൈ c ഈസ് ഈക്വൽ ടു എനർജി. ഓർമ്മയുണ്ടോ? അപ്പോൾ മാസിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന എന്താണെന്ന് നോക്കിയാൽ മതി, സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. അപ്പോൾ സെൽഫ് ഇൻഡക്റ്റൻസ്, വെർ ഈസ് ദാറ്റ്? സെൽഫ് ഇൻഡക്റ്റൻസ് ഇതല്ലേ ഞാൻ പറഞ്ഞത്. സെൽഫ് ഇൻഡക്റ്റൻസ് ഈസ് ദ മാഗ്നറ്റിക് അനലോഗ് ഓഫ് മാസ് ഇൻ ദ മെക്കാനിക്സ്. ദാറ്റ് ഈസ് കറക്റ്റ്. തേർഡ് വൺ, സി ഞാൻ പറയാൻ വിട്ടുപോയി. സി ഞാൻ പറയാം. നോക്കൂ, സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ഒപ്പോസസ് എനി ചേഞ്ച് ഇൻ കറണ്ട് ത്രൂ ദ സർക്യൂട്ട്. ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. കറണ്ടിനെ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എപ്പോഴും ഒപ്പോസ് ചെയ്യും, ശരിയല്ലേ? വർക്ക് നീഡ് ടു ബി ഡൺ എഗനസ്റ്റ് ദ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ എസ്റ്റാബ്ലിഷിംഗ് ദ കറണ്ട്. അതാണ് ഇതിലെ എനർജി ആയിട്ടുണ്ടാകുക. ആ വർക്ക് ഇതിൽ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ടുണ്ടാകും, ½Li² ആയിട്ടുണ്ടാവും, ശരിയല്ലേ? അപ്പോൾ ഇതിൽ ഒരെണ്ണേ തെറ്റുള്ളൂ, ബി മാത്രമേ തെറ്റുള്ളൂ, ബാക്കിയുള്ളതെല്ലാം കറക്റ്റാണ്. ACDE ഓൾ ദീസ് ആർ കറക്റ്റ്. അപ്പം 2 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ലൈറ്റ് ഹാളോ ക്യൂബ് ഓഫ് സൈഡ് 10 സെൻറ്റിമീറ്റർ ആൻഡ് മാസ് 10 gram ഈസ് ഫ്ലോട്ടിംഗ് ഇൻ വാട്ടർ. ആദ്യമേ അത് വാട്ടറിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യായിരുന്നു. ഇതായിരുന്നു വാട്ടർ സർഫസ് എന്ന് വിചാരിച്ചു. വാട്ടർ സർഫസ്, ഇറ്റ് വാസ് ഫ്ലോട്ടിങ്. ഇനീഷ്യലി ഇറ്റ് വാസ് ഫ്ലോട്ടിങ് ഹിയർ ലൈക്ക് ദാറ്റ്. എന്ന് പറഞ്ഞാൽ ഇത് ഇക്വിലിബ്രിയത്തിലായിരുന്നു. ഇനീഷ്യലി ഇക്വിലിബ്രിയത്തിലായിരുന്നു. ഇറ്റ് ഈസ് പുഷ്ഡ് ഡൗൺ, റിലീസ് ടു എക്സിക്യൂട്ട് SHM ഓഫ് സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ. ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ തന്നിട്ടുണ്ട്, വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഇതിനെ എന്ത് ചെയ്തു? ഇക്വിലിബ്രിയത്തിലുള്ള ഈ സാധനത്തിനെ നമ്മൾ പുഷ് ചെയ്തു. വി പുഷ്ഡ് ഇറ്റ് എ ലിറ്റിൽ. കണ്ടോ? എത്ര പുഷ് ചെയ്തെന്ന് ചോദിച്ചാൽ X പുഷ് ചെയ്തു എന്ന് വിചാരിക്കുക. താഴേക്ക് നിങ്ങൾ പുഷ് ചെയ്ത X ആണെന്ന് വിചാരിക്കുക. ഇത്രയും വാട്ടർ അത് ഡിസ്പ്ലേസ് ചെയ്തില്ലേ? ആ ഡിസ്പ്ലേസ്ഡ് ചെയ്ത ലിക്വിഡിൻ്റെ വെയ്റ്റിന് തത്തുല്യമായിട്ടുള്ള റീസ്റ്റോറിങ് ഫോഴ്സ് ഇതിന് കിട്ടും. അഡീഷണൽ റീസ്റ്റോറിങ് ഫോഴ്സ്, ബോയിൻ്റ് ഫോഴ്സ്. അഡീഷണൽ ബോയിൻ്റ് ഫോഴ്സ് ഈസ് ദ റീസ്റ്റോറിങ് ഫോഴ്സ്. അതെത്രയായിരിക്കും? വെയ്റ്റ് ഓഫ് ദ ലിക്വിഡിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ F ഈസ് ഈക്വൽ ടു MA എന്നുള്ളത് mg എന്നുള്ള m'. m' എന്ന് പറഞ്ഞാൽ എന്താ? അഡീഷണൽ ആയിട്ട് ഇത് ഡിസ്പ്ലേസ് ചെയ്ത് ലിക്വിഡിൻ്റെ മാസിനെ ഞാൻ m' എന്ന് വിളിക്കുന്നു. എഫിനെ മാസ് ടൈംസ് മാസ് ഓഫ് ദ ബോഡി, ഇതിൻ്റെ മാസ് m ആയിക്കോട്ടെ, മാസ് ടൈംസ് ആക്സലറേഷൻ എന്ന് എഴുതാം. ഈസ് ഈക്വൽ ടു m' വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് എഴുതാം. വോളിയം എത്ര? L ഇൻറ്റു L,
ഇൻറ്റു എക്സ്. എൽ സ്ക്വയർ എക്സ്, ഇത് വോളിയമായി. ഡെൻസിറ്റി ഈസ് റോ ഇൻറ്റു ജി. എം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു വാട്ട് യു വിൽ ഗെറ്റ് എൽ സ്ക്വയർ റോ ജി, എൽ സ്ക്വയർ റോ ജി ഡിവൈഡഡ് ബൈ എം ഇൻറ്റു എക്സ് എന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോസ് ടു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എസ് എച്ച് എമ്മിൻ്റെ കണ്ടീഷൻ പാലിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്ന എസ് എച്ച് എം ആണെന്ന് നമുക്കറിയാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മൈനസ് സൈൻ ഇവിടെ എഴുതാം. കാരണം എന്താണ്, ഈ ആക്സലറേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. ആക്സലറേഷൻ ടുവേഴ്സ് ദ മീൻ പൊസിഷൻ ആയിരിക്കും. ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ ചെയ്ത് എങ്ങനെയാണ്, ഡൗൺവേർഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്തപ്പോൾ ആക്സലറേഷൻ അപ്വേർഡ് ആണ് എന്ന് പറഞ്ഞാൽ ഇത് ഒമേഗ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ്. കമ്പയർ ദിസ് വിത്ത് ദിസ് വൺ, എ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. അപ്പോൾ ഒമേഗ സ്ക്വയർ ഇതാണെങ്കിൽ ടൈം പീരീഡ് എന്തായിരിക്കും, ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π ബൈ ഒമേഗ അല്ലേ. 2π എന്നെഴുതി. ഒമേഗ ബൈ ഒമേഗ എന്നുള്ളത് ഇതിൻ്റെ റെസിപ്രോക്കൽ എഴുതുക. എം ഡിവൈഡഡ് ബൈ വാട്ട്, എൽ സ്ക്വയർ റോ ജി. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസറിലെത്താൻ പറ്റും. ലെറ്റ് us സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ്. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുക നമ്മൾ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസറിലെത്തിക്കാൻ പോവുകയാണ്. therefore ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π, അതുപോലെ തന്നെ എഴുതി, റൂട്ട് മാസ് എത്രയാണ്, 10 ഗ്രാമാണ്. 10 ഇൻറ്റു 10⁻³ എൽ സ്ക്വയർ, എൽ 10 സെൻറ്റിമീറ്റർ ആണ്. എൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. 10⁻⁴ കൂടെ വേണം. റോ 10⁻³ ജി 10. അപ്പോൾ ഇത് എത്ര കിട്ടി, ഇതും ഇതൂടെ പോയി, അത് പോയി. അപ്പം ഒരെണ്ണം ഇവിടെ പോയി. അപ്പം 10⁻⁴ എന്നാണ് വരിക. അപ്പം ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π റൂട്ട് 10⁻⁴ എന്ന് പറഞ്ഞാൽ 10⁻². ഇതാണ് ആൻസറായിട്ട് വരുന്നത്. 2π ഇൻറ്റു 10⁻². ഇവിടെ ഓൾറെഡി 10⁻² ഉണ്ട്. വൈ പൈ എന്നാണ് തന്നെ. അപ്പോൾ വൈയുടെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ 2 എന്ന് പറയണം. വാല്യൂ ഓഫ് വൈ ഈസ് ഈക്വൽ ടു 2. ലുക്ക് അറ്റ് നെക്സ്റ്റ് വൺ. സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. ഹോട്ട് വാട്ടർ ഫ്ലോസ് ഫാസ്റ്റർ ദാൻ കോൾഡ് വാട്ടർ. ഹോട്ട് വാട്ടറിന് വിസ്കോസിറ്റി കുറവാണ്. വിസ്കോസിറ്റി കുറവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്ലോ സ്മൂത്ത് ആയിരിക്കും. സ്മൂത്ത് മീൻസ് ഫ്ലോ വിൽ ബി ഈസി, ഫാസ്റ്റർ ആയിരിക്കും. ഓക്കെ, വിസ്കോസിറ്റി കുറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് ദിസ് ഈസ് കറക്റ്റ്. സോപ്പ് വാട്ടർ ഹാസ് ഹയർ സർഫസ് ടെൻഷൻ ആസ് കമ്പയർഡ് ടു ഫ്രഷ് വാട്ടർ. അല്ല, സോപ്പ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ വാട്ടറിൻ്റെ സർഫസ് ടെൻഷൻ കുറയുകയാണ് ചെയ്യുന്നത്, ഇല്ലേ? അതാണ് നമ്മൾ വാഷിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നത്. സർഫസ് ടെൻഷൻ കുറയുന്നതുകൊണ്ട് അതിന് ഡേർട്ടിനെ ഇളക്കി മാറ്റാൻ പറ്റും. അപ്പോൾ സോപ്പ് വാട്ടർ ഹാസ് ഹയർ സർഫസ് ടെൻഷൻ ആസ് കമ്പയർഡ് ടു ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത് എന്താണ്, തെറ്റാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് ഈസ് ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് സെക്കൻഡ് വൺ ഈസ് ഫാൾസ്. ഫസ്റ്റ് ഈസ് ട്രൂ, സെക്കൻഡ് വൺ ഈസ് ഫാൾസ്. ഈസ് ഇറ്റ് ദെയർ? ഫസ്റ്റ് ഈസ് ട്രൂ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഫാൾസ്. ഹിയർ ഇറ്റ് ഈസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കൂ, സബ് ആറ്റോമിക് പാർട്ടിക്കിൾ മാസ് തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട്. അണ്ടർ മാറ്റർ വേവ് കൺസിഡറേഷൻ പാർട്ടിക്കിൾ വിൽ ബിഹേവ് ക്ലോസ്ലി എന്ന് പറഞ്ഞാൽ ഡീബ്രോയി വേവ് ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാം. ഡീബ്രോയി വേവ് ലെങ്ത് എത്രയാണ്? h/mv ആണ്. h/mv. ഓക്കെ, ഡീബ്രോയി വേവ് ലെങ്ത് ഓഫ് ദാറ്റ് പാർട്ടിക്കിൾ ഈസ് h ഈസ് ഈക്വൽ ടു ഹൗ മച്ച്? എവരി വൺ നോസ്, 6.63 ഇൻറ്റു 10⁻⁻34 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഇറ്റ് ഈസ് 2.21 ഇൻറ്റു 10⁻⁻30 അല്ലേ? പിന്നെ എന്താണ് അതിൻ്റെ വെലോസിറ്റി എത്രയാണ് തന്നിട്ടുള്ളത്? നോ, മാസ് ഈസ് 10⁻⁻30. മാസ് ഈസ് 10⁻⁻30. 10⁻⁻30. വെലോസിറ്റി ഈസ് 2.21 ഇൻറ്റു 10⁻6. അപ്പം ഇത് എത്ര വരുമെന്ന് ചോദിച്ചാൽ 3 ഇൻറ്റു 3. ഇതൂടെ വെട്ടുമ്പോൾ 3 ആയി. ഇത് 10⁻⁻4 ഉണ്ട്. ഈ 6 കൂടെ വരുമ്പോൾ 3 ഇൻറ്റു 10⁻⁻10 എന്ന് പറഞ്ഞു. ഇത്രയും മീറ്ററാണ് വേവ് ലെങ്ത്. ഇത് എക്സ്റേസിൻ്റെ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡാണെന്ന് നമുക്കറിയാം, 10⁻⁻10. ദെയർഫോർ ദിസ് റിസംബിൾസ് എക്സ്റേസ്. എക്സ്റേസ് റിസംബിൾ എക്സ്റേസ്. 3 ആംസ്ട്രോം 4 ആംസ്ട്രോം ഒക്കെ എക്സ്റേസിൽ പെടുന്നതാണ്. നൗ 30th ക്വസ്റ്റ്യൻ നോക്കൂ. എ സ്പെറിക്കൽ സർഫസ് ഓഫ് റേഡിയസ് ആർ സെപ്പറേറ്റ് എയർ ഫ്രം ഗ്ലാസ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. ദ സെൻറ്റർ ഓഫ് കർവേച്ചർ ഈസ് ഇൻ ദ ഗ്ലാസ് മീഡിയം. എ പോയിൻ്റ് ഒബ്ജക്റ്റ് O പ്ലേസ്ഡ് ഇൻ എയർ ഓൺ ദ ഒപ്റ്റിക് ആക്സിസ് ഓഫ് ദ സർഫസ് so that the real image is formed at I inside the glass. The line OI intersect the spherical surface at P and PO and PI are equal, given that the distance PO is equal to. പറഞ്ഞിട്ടുള്ള ഇതാണ് ഒരു സ്പെറിക്കൽ സർഫസ്. ഓക്കെ, ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ഒരു സ്പെറിക്കൽ സർഫസ്. ഇതിൻ്റെ സെൻറ്റർ ഗ്ലാസ്സിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇറ്റ് മസ്റ്റ് ബി കോൺവെക്സ് ലൈക്ക് ദാറ്റ്. ഇനിയും ഒരു ഒബ്ജക്റ്റ് വെച്ചു. ഒബ്ജക്റ്റോ അതിൻ്റെ ഇമേജ് ഇവിടെ ഉണ്ടായി.
ഗ്ലാസ്സിലുണ്ടായ ഇമേജ്, അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ് പി, ഈ ഡിസ്റ്റൻസും ഈക്വൽ ആണെന്നാണ് പറഞ്ഞത്. ദോസ് ടു ഡിസ്റ്റൻസ് ആർ ഈക്വൽ എന്ന് പറഞ്ഞാൽ ഇത് എക്സ് ആണെങ്കിൽ, ഇഫ് ദിസ് ഈസ് എക്സ്, ദിസ് ടു ഈസ് എക്സ്, ദിസ് ടു ഈസ് എക്സ്. ഇത് എയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്? ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n ഈസ് ഈക്വൽ ടു 1. ഇത് ഗ്ലാസ്, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n ഈസ് ഈക്വൽ ടു വാട്ട്? 1.5. ദീസ് മെനി തിങ്സ് ആർ ദർ. ഇത് ഇൻസിഡൻറ്റ് റേ, ഇത് റിഫ്രാക്റ്റഡ് റേ. നിങ്ങൾക്കറിയാം റിഫ്രാക്ഷൻ അറ്റ് എ സ്പെറിക്കൽ സർഫസിൻ്റെ ഇക്വേഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓർമ്മയുണ്ടോ? n2/v മൈനസ് n1/u ഈസ് ഈക്വൽ ടു n2 മൈനസ് n1/r. n2 എന്ന് പറഞ്ഞാൽ എന്താ? റിഫ്രാക്റ്റഡ് റേ ഉള്ള മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ദാറ്റ് ഈസ് 1.5. ബൈ v എന്ന് പറഞ്ഞാൽ ഇമേജ് ഡിസ്റ്റൻസ് എക്സ്, പോസിറ്റീവ് എക്സ്, മൈനസ് n1 എന്ന് പറഞ്ഞാൽ 0.5. സോറി, ദാറ്റ് ഈസ് വാട്ട്? എയറല്ലേ 1. u എന്ന് പറയുന്നത് മൈനസ് എക്സ്, അപ്പോൾ ഇത് പ്ലസ് ആയി, പ്ലസ് എക്സ്. n2 മൈനസ് n1 എന്ന് പറയുന്നത് 1.5 മൈനസ് 1 ഡിവൈഡഡ് ബൈ ആർ. ആർ ഈസ് ആർ, പോസിറ്റീവ് ആർ. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 2.5 എക്സ് 2.5 ഡിവൈഡഡ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു, ഇത് എത്ര കിട്ടി? ഇത് 0.5 ഡിവൈഡഡ് ബൈ ആർ എന്ന് കിട്ടി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ് ഈസ് ഈക്വൽ ടു എത്ര ആർന്ന് കിട്ടും? 5 ആർന്ന് കിട്ടും. എക്സ് ഈസ് ഈക്വൽ ടു 5 ആർ. ദാറ്റ്സ് ആൻസർ. ഹിയർ ഇറ്റ് ഈസ്. എക്സ് ഈസ് ഈക്വൽ ടു 5 ആർ. ദിസ് ഡിസ്റ്റൻസ് ഈസ് 5 ആർ. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ് N2 has 3 times the decay constant as compared to decay constant of another radioactive nucleus N1. എന്ന് പറഞ്ഞാൽ ലാംഡ 2 ഈസ് ഈക്വൽ ടു 3 times ലാംഡ 1 എന്ന് തന്നിട്ടുണ്ട്. ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ അതിൻ്റെ ഹാഫ് ലൈഫ് പീരീഡും എഴുതാൻ പറ്റും. എങ്ങനെ? T2 ഈസ് ഈക്വൽ ടു T1/3. ലാംഡയും ടിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ? ദെയർഫോർ time period not what half life period is related this way, lambda is related by this way. Then if initial number of both nucleus are same, രണ്ടിൻ്റെ initial n0 സെയിം ആയിരുന്നു, what is the ratio of number of n2 to number of n1? എന്ന് പറഞ്ഞാൽ n2 ഡിവൈഡഡ് ബൈ n1 എത്ര എന്നാണ് ചോദ്യം. എപ്പോൾ? അറ്റ് വാട്ട് ടൈം? ആഫ്റ്റർ 1 half life period of n1. ടൈം ഈസ് ഗിവൺ ആസ് 1 half life period of n1 എന്ന് പറഞ്ഞാൽ T1. ടൈം T1 കഴിയുമ്പം ഇത് എത്രയായിരിക്കും? എവരി വൺ നോസ് ദിസ് റിലേഷൻ n ഈസ് ഈക്വൽ ടു n0 e to the power മൈനസ് ലാംഡ ടി. അപ്പോൾ n2വിന് എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതണം? n2 ഈസ് ഈക്വൽ ടു n0 e to the power മൈനസ് ലാംഡ ഓഫ് 2 ലാംഡ 2. ഈ ടിക്ക് എത്ര എഴുതണം? ടിക്ക് T1 എഴുതണം. പക്ഷേ T1 എന്ന് പറയുന്നതിന് പകരം ഞാൻ 3T2 എഴുതാൻ പോവാം. 3T2 അതെന്തിനാണെന്ന് അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ n1 എങ്ങനെ എഴുതാൻ പറ്റും? n0 e to the power മൈനസ് ലാംഡ 1 T1. അത് T1 തന്നെ എഴുതി. കാരണം ലാംഡ ഇൻറ്റു ടി എന്താണെന്ന് നമുക്കറിയാം. ലാംഡ ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ ലോഗ് ln 2 ആണെന്നറിയാമല്ലോ. ഡോണ്ട് യു നോ ദാറ്റ്? ഈ റിലേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ടി ഈസ് ഈക്വൽ ടു ഹാഫ് ലൈഫ് പീരീഡ് ഈസ് ഈക്വൽ ടു ln 2 ഡിവൈഡ് ബൈ ലാംഡ ആണെന്നറിയാമല്ലോ. അപ്പം ലാംഡയും ടിയുടെ കണ്ടാൽ ln 2 എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ ഈ ലാംഡ 2 T2ന് ln 2 എന്ന് എഴുതാം, ലാംഡ 1 T1ന് ln 2 എന്ന് എഴുതാം. അപ്പോൾ n2 ഡിവൈഡഡ് ബൈ n1 ഈസ് ഈക്വൽ ടു e to the power മൈനസ് 3 ln 2 ഡിവൈഡഡ് ബൈ e to the power മൈനസ് 1 അല്ലെങ്കിൽ മൈനസ് ln 2. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കി. ഇതിനെ ഞാൻ എന്ത് ചെയ്യുകയാണ് നോക്കൂ. ദിസ് റേഷ്യോ ക്യാൻ ബി റിട്ടൺ ആസ് e to the power ln 2 raised to minus 3 എന്ന് എഴുതാം. ലോഗിൻ്റെ പ്രോപ്പർട്ടി, എക്സ്പോണൻറ്റിൻ്റെ പ്രോപ്പർട്ടി അറിയാമല്ലോ. ഡിവൈഡഡ് ബൈ e to the power ln 2 raised to minus 1. നിങ്ങൾക്കറിയാം e to the power ln x എന്ന് പറയുന്നത് x ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ബിക്കോസ് ലോഗ് ആൻഡ് എക്സ്പോണൻസ് ആർ ഇൻവേഴ്സ് ഫംഗ്ഷൻ, ദേ അൺഡു ഈച്ച് അതർ. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? 2 to the power minus 3 divided by 2 to the power minus 1 can be written. That means n2 divided by n1 equal to 1/8. This will go up. 2 divided by 8 എന്ന് വന്നു. 2 divided by 8 എന്ന് പറഞ്ഞാൽ 1 divided by 4. Therefore, the answer is 1/4. Next question. Identify the valid statement relevant to given circuit at the instant when the key is closed. എന്ത് സർക്യൂട്ടാന്ന് നോക്കൂ. DC through CR സർക്യൂട്ട്. DC through CR സർക്യൂട്ടിലെ കറണ്ടിൻ്റെ ഇക്വേഷൻ
എവറി വൺ മസ്റ്റ് നോ ട്രാൻസിയൻറ്റ് കറണ്ടിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് V/R (e⁻t/RC). ട്രാൻസിയൻറ്റ് കറണ്ടിൽ ഇത് എന്ന് പറയുന്നത് ഫൈനൽ കറണ്ട് ഓർ ഐ മീൻ ദിസ് ഈസ് ദ ഇനീഷ്യൽ കറണ്ട് ഓർ ഇറ്റ് ഈസ് ദ മാക്സിമം കറണ്ട് I0. ദിസ് ഈസ് Imax maximum current. Okay, there will be no current through resistor R. റെസിസ്റ്റർ R കൂടെ കറണ്ട് ഉണ്ടാവില്ലെന്നാണ് പറഞ്ഞത് T = 0. വെൻ T = 0 കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. വെൻ സർക്യൂട്ട് ഈസ് ക്ലോസ്ഡ് എന്നല്ലേ പറഞ്ഞത്. T = 0 ഇതിന് കൊടുത്താൽ എന്ത് വരും? ഇതിൻ്റെ വാല്യൂ 1 ആവും. V/R കറണ്ട് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ മാക്സിമം കറണ്ട് ഉണ്ടാവും. അപ്പോൾ ഇത് തെറ്റാണ്. ദർ വിൽ ബി മാക്സിമം കറണ്ട് ഇൻ ദ കണക്റ്റിംഗ് വയേഴ്സ്. കറക്റ്റാണ്. കണക്റ്റിംഗ് വയേഴ്സ് മാക്സിമം കറണ്ട് ആയിരിക്കും ഉണ്ടാവുക. T = 0. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ കപ്പാസിറ്റർ A and B ഈസ് മിനിമം. അതെ, ഇനീഷ്യലി ഇതിൽ ചാർജ് ഉണ്ടായില്ല, അതുകൊണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇവിടെ ഉണ്ടാവില്ല. ഈ അപ്ലൈഡ് പൊട്ടൻഷ്യൽ 5 വോൾട്ട് ഇതിന് അക്രോസ് ആയിരിക്കും ഉണ്ടാകുക. ഇതിന് അക്രോസ് 0 വോൾട്ട് ആയിരിക്കും. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കപ്പാസിറ്റർ പ്ലേറ്റ് A and B ഈസ് മിനിമം ഇനീഷ്യലി. ദാറ്റ് ഈസ് കറക്റ്റ്. ചാർജ് ഓൺ ദ കപ്പാസിറ്റർ മിനിമം. ഇനീഷ്യലി ദർ വിൽ ബി നോ ചാർജ്. ആഫ്റ്റർ ദാറ്റ് വാട്ട് ചാർജ് വിൽ ബി ഡംപ്ഡ് ഹിയർ. അപ്പോൾ ഇനീഷ്യലി ചാർജും ഉണ്ടാവില്ല. അപ്പം B, C, D only. These are correct. B, C and D are correct. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ പൊസിഷൻ ഓഫ് ആൻ ആൽഫ പാർട്ടിക്കിൾ x ആക്സിസ് ഈസ് ഗിവൺ. നോക്കി, സൈൻ ടി കോസ് സ്ക്വയർ B cos square T C തന്നിട്ടുണ്ട്. T ഈസ് ദ ടൈം. അപ്പോൾ സൈൻ T എന്ന് പറയുന്നത് തെറ്റാണ്. സൈൻ വെറുതെ T എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. കാരണം എന്താ? ഇത് ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റി വേണം ഇവിടെ വരാൻ. ഇവിടെ ഒരു ആൽഫ T, ആക്ച്വലി ഇവിടെ ഒരു ആൽഫ ഉണ്ടാവണം, ആൽഫ സം കോൺസ്റ്റൻറ്റ്, ഇവിടെ ഒരു ബീറ്റ ഉണ്ടാവണം, എന്നാലേ ക്വസ്റ്റ്യൻ കറക്റ്റ് ആവുള്ളൂ കേട്ടോ. കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ആൻസറിന് അത് ഡിപ്പെൻഡ് ചെയ്യില്ല. നോക്കാം നമുക്ക് എന്തുകൊണ്ടാണ് ഡിപ്പെൻഡ് ചെയ്യാത്തതെന്ന്. നമുക്ക് വേണ്ടത് ABC/D ആണ്. ഡയമെൻഷൻ ഓഫ് ABC ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് D ആണ് നമുക്ക് വേണ്ടത്. എയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? സൈൻ Tക്ക് എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് ദിസ് സൈൻ ഫംഗ്ഷന് ഡയമെൻഷൻ ഇല്ല. അപ്പോൾ എയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ഡയമെൻഷൻ ആയിരിക്കും. എക്സ് എന്ന് പറയുന്നത് എന്താണ്? പൊസിഷനാണ്. പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ L. ഓക്കെ, ബിയുടെ ഡയമെൻഷൻ എന്തായിരിക്കും? ബിയുടേതും കോസ് സ്ക്വയർ ഈ ഫംഗ്ഷൻ എന്തുണ്ടാകാൻ പാടില്ല? ഡയമെൻഷൻ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ബിയുടെ ഡയമെൻഷൻ എന്താണ്? L ആണ്. CT² ഡയമെൻഷൻ L ആണ്. CT²ൻ്റെ ഡയമെൻഷൻ L ആണ്. അപ്പോൾ സിയുടെ ഡയമെൻഷൻ LT⁻² ആയിരിക്കണം. ശരിയല്ലേ? LT⁻². ഡിവൈഡഡ് ബൈ ഡിയുടെ ഡയമെൻഷൻ. വാട്ട് ഈസ് ഡി? ഡിയുടെ ഡയമെൻഷൻ എക്സിൻ്റെ അതേ ഡയമെൻഷൻ ആയിരിക്കണം. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പ്രകാരം ഡിക്കും എക്സിനും ഒരേ ഡയമെൻഷൻ ആയിരിക്കും L. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ എന്ത് കിട്ടി? ഒരു L വെട്ടിപ്പോയാൽ L²T⁻². ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 34. ഇവിടെ കുറേ സംഭവം തന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം. പ്രഷർ വേരീസ് ഇൻവേഴ്സ്ലി വിത്ത് വോളിയം ഓഫ് ഗ്യാസ്. പ്രഷറും വോളിയവും ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ ആണെങ്കിൽ പ്രഷർ ഇൻറ്റു വോളിയം എന്തായിരിക്കണം? nRT കോൺസ്റ്റൻ്റ് ആയിരിക്കണം. കോൺസ്റ്റൻറ്റ്. പ്രഷർ വേരീസ് ഇൻവേഴ്സ്ലി എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ P × V കോൺസ്റ്റൻ്റ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ എന്തായിരിക്കും? ഐസോതെർമൽ പ്രോസസ്. അപ്പോൾ ഇത് 3. ഹീറ്റ് അബ്സോർബ്ഡ് ഗോസ് പാർഷ്യലി ടു ഇൻക്രീസ് ഇൻറ്റേർണൽ എനർജി ആൻഡ് പാർഷ്യലി ടു ഡു വർക്ക്. ഐസോബറിക് പ്രോസസ്സിന്, പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോസസ്സിന് നിങ്ങൾ ഹീറ്റ് കൊടുത്താൽ എ പാർട്ട് വിൽ ഗോ ടു ഇൻക്രീസ് ഇൻറ്റേർണൽ എനർജി, എ പാർട്ട് വിൽ ബി യൂസ് ടു ഡു ദ വർക്ക്. ഏത്? ഐസോതെർമൽ പ്രോസസ്സിന്. ബാക്കി ഏത് പ്രോസസ്സിലാണെങ്കിലും ഒന്നെങ്കിൽ ഫോർ എക്സാമ്പിൾ അഡിയബാറ്റിക് പ്രോസസ്സാണെന്ന് വിചാരിക്കുക, ഹീറ്റ് കൊടുത്തത് 0 ആയിരിക്കും. ഐസോതെർമൽ പ്രോസസ്സാണെന്ന് വിചാരിക്കുക, ΔU 0 ആയിരിക്കും. ഐസോകോറിക് പ്രോസസ് ആയിരിക്കും വിചാരിക്കുക, ΔW 0 ആയിരിക്കും. അപ്പോൾ ഈ 3 നോൺ 0 ആകുന്ന പ്രോസസ്സ് നമ്മൾ പഠിച്ചിട്ടുള്ള 4 പ്രോസസ്സിൽ ഏതായിരിക്കും എന്ന് ചോദിച്ചാൽ ഐസോബറിക് പ്രോസസ്സാണ്. അപ്പോൾ ഇത് ഐസോബറിക് പ്രോസസ്സ്. ഐസോബറിക്, വേർ ഇസ് ദാറ്റ്? ഐസോബറിക് പ്രോസസ്സ്. ഐസോബറിക്. ദിസ് വൺ ഈസ് 4. ഇനി സി നോക്കിയേ. ഹീറ്റ് ഈസ് നൈദർ അബ്സോർബ്ഡ് നോർ റിലീസ്ഡ് ബൈ ദ സിസ്റ്റം. ദർ ഇസ് നോ ഹീറ്റ് ഇൻട്രാക്ഷൻ. വാട്ട് ഈസ് ദാറ്റ്? അഡിയബാറ്റിക് പ്രോസസ് 1. ഇനി നോ വർക്ക് ഈസ് ഡൺ ഓൺ ഓർ ബൈ ദ സിസ്റ്റം. അതെന്താണ്? വോളിയം ചേഞ്ച് ചെയ്തത്. ഐസോകോറിക് പ്രോസസ്. അപ്പോൾ 2. അപ്പോൾ 3, 4, 1, 2. 3, 4, 1, 2. 4 ആണ് ആൻസർ. 3, 4, 1, 2. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 35. കൺസിഡർ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ. ടോർഷൻ കോൺസ്റ്റന്റ് ഇൻ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ ഹാസ് ഡയമെൻഷൻ. ടോർഷൻ കോൺസ്റ്റന്റ് K എന്ന് പറഞ്ഞാൽ ടോർക്ക് പെർ യൂണിറ്റ് ട്വിസ്റ്റ്. ട്വിസ്റ്റ് ആൽഫ എന്ന് എടുത്തു. ടോർക്ക് പെർ യൂണിറ്റ് ട്വിസ്റ്റ്. ഈ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ആംഗിളാണ്. ഇതിന് ഡയമെൻഷൻ ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ എന്തിൻ്റെ ഡയമെൻഷൻ ആയിരിക്കും? ടോർക്കിൻ്റെ അതേ ഡയമെൻഷൻ ആയിരിക്കും. ടോർക്കിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ വർക്ക് ഡണ്ണിൻ്റെ അതേ ഡയമെൻഷനല്ലേ? mL²T⁻². അപ്പോൾ ഇത് കറക്റ്റാണ്. ദിസ് വൺ.
ഇൻക്രീസിങ് ദ കറണ്ട് സെൻസിറ്റിവിറ്റി മേ നോട്ട് ഇൻക്രീസ് ദ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് കറണ്ട്. അതെന്തായിരിക്കും? ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ NBA ഡിവൈഡഡ് ബൈ K. ഇതാണ് കറണ്ട് സെൻസിറ്റിവിറ്റി. ഇനിയും വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് വോൾട്ടേജ് അപ്ലൈഡ്. ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് വോൾട്ടേജ് അപ്ലൈഡ്. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ I × R. അപ്പം NBA ഡിവൈഡഡ് ബൈ K. പിന്നെ ഒരു R കൂടെ വരും. R ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഗാൽവനോമീറ്റർ കോയിൽ. ഗാൽവനോമീറ്റർ കോയിലിൻ്റെ റെസിസ്റ്റൻസ് ആണ്. ഇനി നോക്കി, ഇൻക്രീസിങ് ദ കറണ്ട് സെൻസിറ്റിവിറ്റി മേ നോട്ട് ഇൻക്രീസ് ദ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. ഫോർ എക്സാമ്പിൾ, നമ്പർ ഓഫ് ടേൺസ് നിങ്ങൾ ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ കറണ്ട് സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യും. പക്ഷേ നമ്പർ ഓഫ് ടേൺസ് നിങ്ങൾ കൂട്ടിയാൽ റെസിസ്റ്റൻസും അതുപോലെ കൂടില്ലേ? ഇത് ഒരുപോലെ കൂടും, ഇത് ഒരുപോലെ കൂടും. അപ്പോൾ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി മാറില്ല. അപ്പോൾ ഇൻക്രീസിങ് ദ കറണ്ട് സെൻസിറ്റിവിറ്റി മേ നോട്ട് നെസസറിലി ഇൻക്രീസ് ദ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് കറക്റ്റാണ്. ഓക്കെ. ഇഫ് വി ഇൻക്രീസ് നമ്പർ ഓഫ് ടേൺസ് n to its double 2n, then voltage sensitivity doubles. If we increase number of turns, ഇതിൻ്റെ നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ആക്കിയാൽ റെസിസ്റ്റൻസും ഡബിൾ ആവില്ലേ കുട്ടികളെ? അപ്പോൾ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഡബിൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ തെറ്റാണ്. C is wrong. Voltage sensitivity will not double. MCG, moving coil galvanometer, can be converted into an ammeter by introducing a shunt resistance of large value in parallel. Large value എന്ന് പറയുന്നത് തെറ്റാണ്. Okay, small value to increase the its range. സ്മോൾ വാല്യൂ റെസിസ്റ്റൻസിൻ്റെ ഷണ്ടിൻ്റെ വാല്യൂ സ്മോൾ ആയിരിക്കണം. അപ്പോൾ ഇതും തെറ്റാണ്. ഇനി നോക്കി, കറണ്ട് സെൻസിറ്റിവിറ്റി ഓഫ് MCG ഡിപ്പെൻഡ്സ് ഇൻവേഴ്സ്ലി ഓൺ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽ. കറണ്ട് സെൻസിറ്റിവിറ്റി ഇൻവേഴ്സ്ലി ആണോ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഡയറക്റ്റ്ലി അല്ലേ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അപ്പോൾ ഇൻവേഴ്സ്ലി എന്ന് പറയുന്നത് തെറ്റാണ്. ഇതിൽ രണ്ട് ആൻസറേ കറക്റ്റ് ഉള്ളൂ. ഏതാണ്? എയും ബിയും. A and B ആർ കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 36. എ പോയിന്റ് ചാർജ് Q ഈസ് ലൊക്കേറ്റഡ് അറ്റ് പോയിന്റ് P. പോയിന്റ് ചാർജ് Q, ഇവിടെ ഒരു പോയിന്റ് ചാർജ് ഉണ്ട്. എലോങ് ദി ആക്സിസ് ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ 1 എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഡൈപോൾ ഇതാണ് 1. ഇതിൻ്റെ ആക്സിലാണ് ആ പോയിന്റ് ഉള്ളത്. ദ പോയിന്റ് P ഈസ് ഓൾസോ ഓൺ ദ ഇക്വറ്റോറിയൽ പ്ലെയിൻ ഓഫ് എ സെക്കൻഡ് ഇലക്ട്രിക് ഡൈപോൾ 2 അറ്റ് എ ഡിസ്റ്റൻസ് R. ഈ ഡിസ്റ്റൻസും സെയിം ആണെന്ന് പറയുന്നു, R. ദ ഡൈപോൾ ആർ മെയ്ഡ് ഓഫ് ഓപ്പോസിറ്റ് ചാർജ് Q and Q separated by 2. Q minus Q separated by 2A. That are all standard thing. For the charge particle P not to experience any net force. Condition എന്താ? ഈ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ 0 ആയിരിക്കണം. ഈ ഡൈപോൾ ഇവിടെ ഉണ്ടാക്കുന്ന ഫീൽഡും ഈ ഡൈപോൾ ഇവിടെ ഉണ്ടാക്കുന്ന ഫീൽഡും എന്തായിരിക്കണം? ക്യാൻസൽ ചെയ്യപ്പെടണം. ഈക്വലും ഓപ്പോസിറ്റും ആയിരിക്കും. ഫോർ ദ ചാർജ് പാർട്ടിക്കിൾ P not to experience net force, which of the following is correctly described? എന്ന് പറഞ്ഞാൽ ഇതൊരു ഷോർട്ട് ഡൈപോൾ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. അപ്പോൾ ഈ ഡൈപോളിൻ്റെ ആക്സിൽ പോയിന്റിലാണിത്. അപ്പം ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ഫസ്റ്റ് ഡൈപോൾ ഇൻ ആക്സിൽ പോയിന്റ് ആക്സിസ് മസ്റ്റ് ബി ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു സെക്കൻഡ് ഡൈപോൾ ഇൻ ഇക്വറ്റോറിയൽ പ്ലെയിനിലെ ഇലക്ട്രിക് ഫീൽഡിന് ഈക്വൽ ആയിരിക്കും. എന്നല്ലേ? കാരണം ദിസ് വിൽ പ്രൊഡ്യൂസ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് dipole moment. This will produce electric field opposite to the direction of dipole moment. Opposite to. That means this is producing electric field this way, this one is producing electric field that way. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 ആണ്. Only then this charge will experience no force. അപ്പം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാവോ? 1 divided by 4 pi epsilon naught 2p r. ഷോർട്ട് ഡൈപോൾ അല്ല കേട്ടോ, ലോങ് ഡൈപോളിൻ്റെ ഇക്വേഷൻ. വാട്ട് ഈസ് ദാറ്റ്? a square r square minus a square r square minus a square all to the power 2. ഇതാണ് ഇക്വേഷൻ. ഷോർട്ട് ഡൈപോളിൻ്റെ അല്ല, ലോങ് ഡൈപോളിൻ്റെ ഇക്വേഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 divided by 4 pi epsilon naught. What is that? P divided by, what is that? R square plus a square all to the power 3/2. This is the equation. ഇനി നമുക്ക് വെട്ടിക്കളയാൻ പറ്റുന്നതെല്ലാം വെട്ടിക്കളയുക. ഈ കോൺസ്റ്റൻ്റ് ഉണ്ടല്ലോ, രണ്ട് സൈഡിലും വരുന്നുണ്ട്. P രണ്ട് സൈഡിൽ നിന്ന് കളയാം. What you are getting is this one. 2r divided by, ഞാനിവിടെ r square പുറത്തിടുക. r square പുറത്തിടുമ്പോൾ ഈ പവറോട് അതിൽ ഫോളോ ചെയ്യും. r to the power 4 ആയി. പിന്നെ ഇവിടെ 1 മൈനസ് a square by r square all square. ഇവിടെയും ഞാൻ എന്താ ചെയ്യുന്നത്? ഇവിടെ 1 by ഇവിടെ r square പുറത്തേക്ക് വിടുകയാണ്. ഈ പവറോടെ ഫോളോ ചെയ്യണം. അപ്പോൾ r cube. ഇവിടെ എന്തായി? 1 plus a square by r square to
ടു ദ പവർ 3/2. ഇങ്ങനെ ചെയ്യാൻ കാരണം ഒരു ആർ സ്ക്വയർ ഇത് കണ്ടോ, ഈ ആറും ആർ സ്ക്വയർ ആർ ക്യൂബായി, ഈ ആർ ക്യൂബും ക്യാൻസൽ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇതും ഇങ്ങനെ ക്യാൻസൽ ചെയ്യാം. ഇനിയും നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 1 + a² r² ടു ദ പവർ 3/2 ഈസ് ഈക്വൽ ടു 1 - a² r² സ്ക്വയർ. ഇങ്ങനെ ഒരു റിലേഷനാണ് കിട്ടുന്നത്. ഓക്കെ, ഇത് പെൻ ആൻഡ് പേപ്പർ യൂസ് ചെയ്തുകൊണ്ട് സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഓക്കെ, ഇൻ എക്സാം ഹാൾ യൂസിങ് പെൻ ആൻഡ് പേപ്പർ ദിസ് കനോട്ട് ബി സോൾവ്ഡ്. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം വെച്ച് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ആൻസർ കിട്ടും. സി ഹിയർ, ഈ ആൻസർ കിട്ടും. വാട്ട് ഈസ് ദാറ്റ്? a/r. a/r എത്രയാണെന്നാണ് ചോദ്യം. നിയർലി ഈക്വൽ ടു 3 എന്ന് കിട്ടും കമ്പ്യൂട്ടർ പ്രോഗ്രാം വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ. പക്ഷേ എക്സാം ഹാളിൽ നമുക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാം യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇത് മിക്കവാറും ബോണസ് ആയിരിക്കും. ഓക്കെ, a/r 3 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ ഡൈപോളിൻ്റെ ഉള്ളിലാണെന്നാണ് പറയുന്നത്. കണ്ടോ, ഇതൊരു ഡൈപോൾ, ഇത് വേറെ ഡൈപോൾ ആണെങ്കിൽ ഇതിൻ്റെ പുറത്തല്ല, ഇതിൻ്റെ ഉള്ളിലായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫോർ ദ ടൈം ബീയിങ് ഐ ആം ഗോയിങ് ടു ടിക്ക് ദിസ് ആൻസർ. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് അപ്രോക്സിമേറ്റ് ചെയ്ത് എവിടെയെങ്കിലും എത്തിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഞാൻ ഇങ്ങനെ അസ്യൂം ചെയ്യുന്നു. സി ഹിയർ, ഇങ്ങനെ അസ്യൂം ചെയ്യുന്നു. ഏത്? a ലെസ് ദാൻ ആർ എന്ന് അസ്യൂം ചെയ്യുന്നു. a ലെസ് ദാൻ ആർ ആണെങ്കിൽ ഐ ക്യാൻ ഗോ ഫോർ ബൈനോമിയൽ എക്സ്പാൻഷൻ. അങ്ങനെ ക്വസ്റ്റിൽ പറയുന്നില്ല, ഐ ആം അസ്യൂമിങ്. ഓക്കെ, അപ്പോൾ ബൈനോമിയൽ എക്സ്പാൻഷൻ ചെയ്യുമ്പം ഇതെങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ 2 × 1 + 3/2 a² ഈസ് ഈക്വൽ ടു 1 - 2a² r². ഇനിയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 + 3a² r² ഈസ് ഈക്വൽ ടു 1 - 2a² r². What you have to do is take that 2a² r² this side. This is 5a² r² is equal to 1 - 2 - 1. Therefore, a² r² is equal to -1/5, which is impossible. Haven't you seen? എന്ന് പറഞ്ഞാൽ a² r² ഒരു കറക്റ്റ് സൊല്യൂഷൻ ഇല്ല. എന്താ കിട്ടും നമുക്ക്? a/r is equal to √-1/5 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇമാജിനറി നമ്പർ. എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രിക് ഡൈപോളിൻ്റെ പുറത്ത് അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടാവില്ല. സി, ദിസ് ആൻ ഇലക്ട്രിക് ഡൈപോൾ, ഹിയർ ഈസ് അനദർ ഇലക്ട്രിക് ഡൈപോൾ. ഇതിൻ്റെ പുറത്തൊരു പോയിന്റ് അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് 0 ഒന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ ഉള്ളിലുണ്ടാവാം. പക്ഷേ ഈ ഡയഗ്രം പ്രകാരം ആ പോയിന്റ് എവിടെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. നോക്കി, വാട്ട് ഈസ് ഗിവൺ അക്കോർഡിംഗ് ടു ദിസ് ഡയഗ്രാം. ആ പോയിന്റ് ഈ ഡൈപോളിൻ്റെ പുറത്താണെന്നാണ് പറഞ്ഞത്. പുറത്താണെങ്കിൽ ഇതിന് സൊല്യൂഷൻ ഇല്ല, ദർ ഇസ് നോ സൊല്യൂഷൻ. പിന്നെ ഉള്ളിലാണെങ്കിൽ ദർ വിൽ ബി എ സൊല്യൂഷൻ വിച്ച് ക്യാൻ ബി ഫൗണ്ട് യൂസിങ് കമ്പ്യൂട്ടർ പ്രോഗ്രാം. അതുകൊണ്ട് ദിസ് ക്യാൻ ബി എ ബോണസ് മാർക്ക്. Okay, probably. Next question, look here. A gun fires a lead bullet of temperature 300 Kelvin into a wooden block. The bullet, having melting point at 600 Kelvin, penetrates into the block and melts down. Penetrate ചെയ്തു, heat up ആയി, melt down ആയി. If the total heat required for the process is this much, 625 joule, then the mass of the bullet is equal to. ബുള്ളറ്റിൻ്റെ കൈനറ്റിക് എനർജിയും ഇതുമായിട്ട് ഒന്നും അല്ല ഇക്വേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ പറയുന്നുണ്ട് ടോട്ടൽ എത്രയാണ് എനർജി നീഡഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ∆Q ഈസ് ഈക്വൽ ടു, ആദ്യമേ അത് ഈ ടെമ്പറേച്ചറിൽ നിന്ന് ഈ ടെമ്പറേച്ചറിൽ എത്തണം. അപ്പോൾ MS ∆T, പിന്നെ അത് മെൽറ്റ് ചെയ്യണം. മെൽറ്റ് ചെയ്യുമ്പോൾ M × L. M ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ∆Q നമുക്ക് തന്നിട്ടുണ്ട് 625 ഈസ് ഈക്വൽ ടു M. S എത്രയാണ്? വാട്ട് ഈസ് S? S സംവെയർ ഇറ്റ് ഈസ് ഗിവൺ. ലാറ്റൻറ്റ് ഹീറ്റ്, സ്പെസിഫിക് ഹീറ്റ് 125 MS. ∆T എത്രയാണ്? 300 നിന്ന് 600 എത്തണം. അപ്പോൾ 300 - 300 which is 300. Then M × L. M അറിയില്ല. L എത്രയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്? 2.5. 2.5നെ 25 എന്ന് ഞാൻ എഴുതാൻ പോവാ. ഇൻറ്റു 10⁻³ എന്ന് എഴുതാൻ പോവാ. 10⁻³. എന്തിനാണ് അങ്ങനെ എഴുതിയെന്ന് ചോദിച്ചാൽ 2.5നെ ഇതിന് പകരം ഇങ്ങനെ എഴുതി. എൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 25 കൊണ്ട് എനിക്ക് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യാം. ഒരു 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് 25 ആയി. M ഞാൻ കോമൺ ഔട്ട് ചെയ്തായിരുന്നു. ഓക്കെ, 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ഇത് എത്രയായി? 25. 5 × 300. ഈ 25 പോയി. M ഞാൻ പുറത്തിട്ടിട്ടുണ്ട് 10⁻³. അപ്പം ഇത് എത്ര കിട്ടിയെന്ന് ചോദിച്ചാൽ 1000, 1500, 2500. മാസ് ഈസ് ഈക്വൽ ടു 25 ഡിവൈഡഡ് ബൈ 2500. ഓക്കെ, അപ്പോൾ 10 to the power, ശരിയല്ലേ,
25 ഡിവൈഡ് ബൈ 1500 1000 2500. What you will get is 1 divided by 100 kg. kg എന്ന് കിട്ടി. That is 1 divided by 100 kg എന്ന് പറഞ്ഞ് 10 gram അല്ലേ. Mass is equal to 10 gram. 10 gram mass. 10 gram. ഗ്രാമിലല്ലേ ചോദിച്ചേക്കുന്നത്? ഹിയർ ഇറ്റ് ഈസ്. ഗ്രാമിലാണ് ചോദിച്ചിട്ടുള്ളത്. ഹിയർ ഇറ്റ് ഈസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ lateral shift of a ray refracted through parallel sided slab of thickness h in terms of angle of incidence I and angle of refraction R if the edge slab is placed in air medium, if the glass slab is placed in air medium. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ NCERT ഡെറിവേഷനും ഉണ്ട്. ലാറ്ററൽ ഷിഫ്റ്റിൻ്റെ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തരാം. സി, ഇതൊരു ഇൻസിഡൻറ്റ് റേ ആണെങ്കിൽ ഇത് റിഫ്രാക്ഷൻ കഴിഞ്ഞ് ദേ ഇങ്ങനെ പോവുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ലാറ്ററൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ പോകേണ്ട ലൈറ്റ് റേ ആയിരുന്നു ഇല്ലേ, ഇങ്ങനെ പോകേണ്ടതാണ്, ഇപ്പോൾ പോകുന്നത് ഇങ്ങനെ. ഇതാണ് ലാറ്ററൽ ഷിഫ്റ്റ്. ഈ തിക്നെസ് നമുക്കറിയാം എച്ച് ആണെന്നറിയാം. സി, എച്ച്. നോട്ട് ഓൺലി ദാറ്റ്, ലുക്ക്, ഇത് ഐ ആണ്. ഐ, ഇത് ആറ്, ഇതെന്തായിരിക്കും? ഐ മൈനസ് ആർ. ഐ മൈനസ് ആർ. അപ്പം ലാറ്ററൽ ഷിഫ്റ്റ് എക്സ് എന്ന് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇത് എ ബി എന്ന് എടുത്തു. എ ബി സൈൻ ഐ മൈനസ് ആർ. ലാറ്ററൽ ഷിഫ്റ്റ് ഡെൽറ്റ എക്സ് എന്ന് എടുത്ത് ഞാൻ ലാറ്ററൽ ഷിഫ്റ്റ് എച്ച് അല്ല എക്സ്. ലാറ്ററൽ ഷിഫ്റ്റ് എക്സ് ഈസ് ഈക്വൽ ടു എ ബി വാട്ട്? സൈൻ ഐ മൈനസ് ആർ. ഇനി എ ബി എനെ എങ്ങനെ എഴുതാം? എ ബി എനെ ഈ ആംഗിളും ഈ എച്ചും വെച്ചിട്ട് എഴുതിക്കൂടെ? എ ബി ക്യാൻ ബി റിട്ടൺ ആസ് എച്ച് ബൈ കോസ് ആർ. എ ബി ക്യാൻ be written as h by cos r. അപ്പം lateral shift is equal to h divided by cos r into sin I minus r എന്ന് കിട്ടി. ഈ റിസൾട്ട് കാണാതെ പഠിച്ച് വെക്കേണ്ടതാണ്. ലാറ്ററൽ ഷിഫ്റ്റിൻ്റെ ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിച്ച് വെക്കണം. ഓക്കെ, ദിസ് വൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സോളിഡ് സ്പിയർ ഓഫ് മാസ് m radius r is allowed to roll without slipping from the highest point of an inclined plane of length L and mass makes an angle 30 with the horizontal. The speed of particle at the bottom of the plane is v1. If the angle of inclination is increased to 45 degree, making L constant. Kando, length is not changed, height is changed, angle is changed. Then new speed of the sphere at the bottom is v2. Ratio of v1 square is to v2 square. Okay, that means this is the situation. ഇത് L എന്ന് തന്നിട്ടുണ്ട്, ഈ ലെങ്ത് L എന്ന് തന്നിട്ടുണ്ട്, ഇത് തീറ്റ 2 തീറ്റയാണ് തന്നിട്ടുള്ളത്. ഏതൊക്കെയാണ്? 30ഉം 45ഉം. ഈ എച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? എച്ച് എൽ സൈൻ തീറ്റ ആയിരിക്കും. എൽ നിങ്ങൾ മാറ്റുന്നില്ല, തീറ്റ മാറുമ്പോൾ എച്ച് മാറും. അപ്പം ഇവിടുന്ന് ഒരു സാധനം റോൾ ചെയ്ത് വരികയാണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഫോർമുല നിങ്ങൾക്കറിയാം. വെലോസിറ്റി ഓൺ റീച്ചിങ് ദ ബോട്ടം. റോൾ സ്ലിപ്പ് ചെയ്താണ് വരുന്നതെങ്കിൽ, സ്മൂത്ത് ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണെങ്കിൽ നിങ്ങൾക്കറിയാം 2gh ആണെന്നറിയാം. പക്ഷേ അത് റോൾ ചെയ്താണ് വരുന്നതെങ്കിൽ, പ്യുവർ റോളിംഗ് ആണെങ്കിൽ വെലോസിറ്റി ഇത്ര ഉണ്ടായാല എത്രയുണ്ടാവും? 1 + k²/r². ഇതായിരിക്കും വെലോസിറ്റി. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് കിട്ടുന്നത്? ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി, ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജീനെ ഇവിടെയുള്ള കൈനറ്റിക് എനർജിയുമായിട്ട് ഇക്വേറ്റ് ചെയ്യും. അവിടെ 2 കൈനറ്റിക് എനർജി, ½ mv² പിന്നെ ½ i⍵². അപ്പോൾ v = r⍵ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും നിങ്ങൾക്ക്. h is v is equal to this. ഇനി എച്ചിന് പകരം ഞാൻ എന്ത് കൊടുക്കുകയാണ്? v is equal to √2gL sin theta divided by 1 + k²/r². സെയിം ബോഡിയാണ് 2 സിറ്റുവേഷനിൽ നിങ്ങൾ റോൾ ചെയ്യിച്ചത്. അപ്പോൾ തീറ്റ മാത്രമേ ഇവിടെ വേരിയബിൾ ഉള്ളൂ, ബാക്കിയുള്ള എല്ലാം കോൺസ്റ്റൻറ്റാണ്. അപ്പോൾ v² ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു സൈൻ തീറ്റ. അപ്പോൾ v1/v2 ഈസ് ഈക്വൽ ടു സൈൻ 30 divided by sin 45. sin 30 1/2 ആണെന്നും sin 45 1/√2 ആണെന്ന് നിങ്ങൾക്കറിയാം. ദിസ് വിൽ ടേൺസ് ഔട്ട് ടു ബി 1/√2 എന്ന് കിട്ടും ആൻസർ. 1:√2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സി. റിഫർ ടു ദ സർക്യൂട്ട് ഡയഗ്രാം ഗിവൺ ഇൻ ദ ഫിഗർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒബ്സർവേഷൻ ആർ കറക്റ്റ്? ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണെന്ന്. ഇതൊരു ഡയോഡാണ്, ഐഡിയൽ ഡയോഡാണ്. പറയുന്നില്ലെങ്കിൽ അങ്ങനെ ഡീഫാൾട്ട് കേസിൽ ഡയോഡ് കണ്ടാൽ ഐഡിയൽ ഡയോഡായിട്ട് തന്നെ എടുക്കുക. എന്ന് പറഞ്ഞാൽ ഐഡിയൽ ഡയോഡിൻ്റെ റെസിസ്റ്റൻസ് 0 ആണ്. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ അസ്യൂം ചെയ്യാം? ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെ അസ്യൂം ചെയ്യാം. ഓക്കെ,
അപ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് ടോട്ടൽ റെസിസ്റ്റൻസ് നോക്കുമ്പോൾ ഡയോഡിന് റെസിസ്റ്റൻസ് ഇല്ല. അപ്പോൾ ഇതിന് 4, ഇത് രണ്ടും പാരലായിട്ട് വരും. 4 പ്ലസ് 4 പാരലാകുമ്പോൾ 2, 4 പ്ലസ് 2 6 ആണ് ടോട്ടൽ റെസിസ്റ്റൻസ്. ദാറ്റ് ഈസ് കറക്റ്റ്. കറണ്ട് ഇൻ ദ അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ സർക്യൂട്ടിലെ കറണ്ട് വേണമെങ്കിൽ കറണ്ട് ഈസ് ഈക്വൽ ടു വി ബൈ ആർ. വി എത്രയാണ്? വി 6. ആർ എത്രയാണ്? ആറ് 6 ഇല്ലേ? ഈ 4ഉം ഇത് രണ്ടും കൂടെ കൂടുന്നത് 2, 6. അപ്പോൾ കറണ്ട് ഈസ് 1 ആംപിയർ എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടെ 1 ആംപിയർ കറണ്ടാണ്. കറണ്ട് ഇൻ ദ സർക്യൂട്ട് ഈസ് 1 ആംപിയർ ആണ്. അത് ഇവിടെ വരുമ്പോൾ ബ്രാഞ്ച് ഓഫ് ചെയ്യും. 0.5 ആംപിയറും ഇവിടെയും 0.5 ആംപിയറായിട്ട് ബ്രാഞ്ച് ഓഫ് ചെയ്യും. അപ്പോൾ കറണ്ട് ഇൻ ദ അമ്മീറ്റർ ഈസ് 1 ആംപിയർ. ദാറ്റ് ഓൾസോ ഈസ് കറക്റ്റ്. പൊട്ടൻഷ്യൽ അക്രോസ് എ ബി ഈസ് 4 വോൾട്ട്. എ ബിയിലെ പൊട്ടൻഷ്യൽ 4 വോൾട്ട് അല്ല. കാരണം പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? I × R ആണ്. I എത്രയാണ്? ഇതിൽ കൂടെയുള്ള I 1/2 ആംപിയർ. R എത്രയാണ്? 4. അപ്പോൾ എത്രയാണ്? 2 വോൾട്ട് ആയിരിക്കും. 2 വോൾട്ട് കിട്ടും. 2 വോൾട്ടാണ് അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ പൊട്ടൻഷ്യൽ അക്രോസ് എ ബി 4 വോൾട്ട് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. പൊട്ടൻഷ്യൽ അക്രോസ് സി ഡി ഈസ് 4 വോൾട്ട്. സി ഡി എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടെയുള്ള കറണ്ട് 1 ആംപിയർ അല്ലേ? 1 ആംപിയർ × 4, 1 × 4 വോൾട്ട്. ടോട്ടൽ റെസിസ്റ്റൻസ് ഈസ് 8 ഓം അല്ല. ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ്? 6 ഓം അല്ലേ? അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് 8 ഓം ഈസ് എ ബി ഡി ദേ ആർ കറക്റ്റ്. എ ബി ഡി ആർ കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഒരു ഇക്വേഷൻ തന്നിട്ട് ആൽഫ സിഗ്മ പ്ലസ് ബീറ്റ ലാംഡ വേർ സിഗ്മ ആൻഡ് ലാംഡ ആർ ലീനിയർ ആൻഡ് സർഫസ് ചാർജ്, ലാംഡ ആൻഡ് സിഗ്മ ആർ ലീനിയർ ആൻഡ് സർഫസ് ചാർജ് ഡെൻസിറ്റി റെസ്പെക്റ്റീവ്ലി. ആൽഫ ബൈ ബീറ്റ എത്ര എന്നാണ്. നിങ്ങൾക്ക് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പ്രകാരം ആൽഫ ഇൻറ്റു സിഗ്മയുടെ ഡയമെൻഷനും ബീറ്റ ഇൻറ്റു ലാംഡയുടെ ഡയമെൻഷനും സെയിം ആയിരിക്കണം. എല്ലാ ടീമിനും ഒരേ ഡയമെൻഷൻ ആയിരിക്കണം. അത് ഫ്ലക്സിൻ്റെ അതേ ഡയമെൻഷൻ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എന്താ? ആൽഫ ബൈ ബീറ്റയുടെ ഡയമെൻഷനാണ്. ഈ ഡയമെൻഷനാണ് വേണ്ടത്. ആൽഫ ബൈ ബീറ്റയുടെ ഡയമെൻഷനാണ്. ലാംഡ ബൈ സിഗ്മയുടെ ഡയമെൻഷൻ എടുത്താൽ മതി. ലാംഡയുടെ ഡയമെൻഷൻ എന്താ? ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. ചാർജിൻ്റെ ഡയമെൻഷൻ 80, യൂണിറ്റ് ലെങ്ത് L. ഇത് ചാർജ് 80, ഏരിയ എന്ന് പറഞ്ഞാൽ L². ഇത് മുകളിലോട്ട് പോകുമ്പോൾ വാട്ട് യു ഗെറ്റ് ഈസ് L. അപ്പോൾ ഈ സാധനത്തിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും? ആൽഫ ബൈ ബീറ്റയുടെ ഡയമെൻഷൻ L ആയിരിക്കും. L എന്ന് പറഞ്ഞാൽ ഇതിൽ ഏത് വരും? ഡിസ്പ്ലേസ്മെൻറ്റ് അതേ ഡയമെൻഷൻ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗിവൺ എ തിൻ കോൺവെക്സ് ലെൻസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ2 kept in liquid of refractive index μ1 less than μ2. Okay. Having radii of curvature R1 and R2. Its second face is silver polished. Silvered ആണ് എന്ന് പറഞ്ഞാൽ ഈ സാധനം ദേ ഇങ്ങനെയാണുള്ളത്. ഓക്കെ. μ1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയത്തിൽ വെച്ചു. ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് μ2 ആണ്. ഇവിടെ സിൽവർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ R1ഉം R2ഉം ആണ്. ഇങ്ങനെയാണ് സംഭവം ഉള്ളത്. ഇനി എന്താണ്? Where should an object be placed on the optic axis so that the real and inverted image is formed at the same place? Real and inverted image is formed at the same place. At the same place എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഉള്ളിടത്ത് തന്നെ എന്തുണ്ടാവണം? ഇമേജ് ഉണ്ടാവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒബ്ജക്റ്റ് എവിടെയാണോ ഇരിക്കുന്നത്, ഇവിടെയാണ് നിങ്ങൾ ഒബ്ജക്റ്റ് വെച്ചെങ്കിൽ ഇമേജും എവിടെ ഉണ്ടാവണം. അതിന് എന്ത് ചെയ്യണം? ഈ ലൈറ്റ് റേ ഇങ്ങനെ പോയി ഇതിലിടിച്ച് തിരിച്ച് അതേ പാത്തിൽ വരണം. റീട്രേസിബിലിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? റീട്രേസിബിലിറ്റി. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യാൻ 2 മെത്തേഡുണ്ട്. ഒന്ന് എന്താണെന്ന് ചോദിച്ചാൽ സിൽവറിങ് ഓഫ് ലെൻസ് എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഡു യു നോ ദിസ്? 1/f equivalent ഈസ് ഈക്വൽ ടു 1/fm മൈനസ് 2/fl. 1/fl അല്ല, 2/fl. 2/fl. ഇത് വെച്ചിട്ട് F equivalent കണ്ടുപിടിച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതൊരു ലെങ്തി പ്രോസസ്സാണ്. ഇതിനൊക്കെ ഇനി എളുപ്പത്തിൽ ഇത് ചെയ്യാം. അതെങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ പോയിന്റിലെ റിഫ്രാക്ഷൻ എടുത്താൽ മതി. ഇവിടുത്തെ റിഫ്രാക്ഷൻ ലൈറ്റ് റേ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ റിഫ്രാക്റ്റ് ചെയ്യുന്നു. ആ പോയിന്റിലെ റിഫ്രാക്ഷൻ എടുക്കുകയാണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നോക്കാം നമുക്ക്. ചെയ്യുക. ആ ഡയഗ്രം ഒന്നുകൂടെ ഞാൻ വരയ്ക്കാം. ലുക്ക് ഹിയർ ചിൽഡ്രൻ. ഹിയർ നോക്കൂ. ഹിയർ ഈസ് ദ ഒപ്റ്റിക് ആക്സിസ്. ഇവിടെ നിങ്ങൾ ഒബ്ജക്റ്റ് വെച്ചു. നോക്കൂ, ഒബ്ജക്റ്റ് ഇവിടെ വെച്ചു. ഇതിൽ ഇങ്ങനെ വന്നിട്ട് ഇതിലെങ്ങനെ ഇൻസിഡൻറ്റ് ചെയ്യണം? തിരിച്ചു വരണമെങ്കിൽ ഇത് നോർമൽ ഇൻസിഡൻസ് ആയിരിക്കണം. ദാറ്റ് ഈസ് വെരി ക്രൂഷ്യൽ. ഒരു ലൈറ്റ് റേ തിരിച്ചു വരണമെങ്കിൽ സിൽവേർഡ് സർഫസിലെ ഇൻസിഡൻറ്റ് നോർമൽ ആയിരിക്കണം. നോർമൽ എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് റേ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ എവിടെയായിരിക്കും അത്?
നോർമൽ എന്ന് പറഞ്ഞാൽ റേഡിയൽ എന്ന അർത്ഥം, എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചർ ആയിരിക്കും. ഇതിൻ്റെ സെക്കൻഡ് ഫേസിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ ആയിരിക്കും ഇത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി, R2 എന്ന് കിട്ടി. എന്നിട്ട് ബാക്കിയുള്ള എല്ലാം മറന്നു കളയുക. എന്ത് മാത്രം ഓർക്കുക, ഇവിടുത്തെ റിഫ്രാക്ഷന് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. റിഫ്രാക്ഷൻ അറ്റ് എ സ്പെറിക്കൽ സർഫസ്. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് U. നമുക്ക് എന്തറിയാം? ഇമേജ് ഡിസ്റ്റൻസ് V നമുക്കറിയാം. V = -R2 ആണെന്ന് നമുക്കറിയാം. ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 ആണെന്നും ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 ആണെന്നും ഒക്കെ നമുക്കറിയാം. അപ്പം റിഫ്രാക്ഷൻ അറ്റ് എ സ്പെറിക്കൽ സർഫസിൻ്റെ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യുക. ഏത് റിഫ്രാക്ഷൻ? ഇത് ഇൻസിഡൻറ്റ് റേ, ഇത് റിഫ്രാക്റ്റഡ് റേ. അതിൻ്റെ ഇമേജ് ഇവിടെയാണെന്ന് പറയാം, ഒബ്ജക്റ്റ് എവിടെയാണെന്ന് അറിയണം. ഓക്കെ, ഫൈൻ, ലെറ്റ് us ഡു ദാറ്റ്. ഏതാണ് ഇക്വേഷൻ? റിഫ്രാക്ഷൻ അറ്റ് എ സ്പെറിക്കൽ സർഫസിൻ്റെ ഇക്വേഷൻ. ഡു യു റിമെമ്പർ? N2 ഇവിടെ μ2 എന്നാണ് തന്നിട്ടുള്ളത്. ദെർഫോർ ലെറ്റ് മീ റൈറ്റ് μ2 divided by V minus μ1 divided by U is equal to μ2 minus μ1 divided by R. ഞാൻ N1 N2 എന്നാണ് എടുത്തത്. N1 എന്ന് പറഞ്ഞാൽ μ1 ആണ്, N2ന് പകരം μ2 ആണ്. ഇനി μ2 എന്ന് പറഞ്ഞാൽ എന്താ? റിഫ്രാക്റ്റഡ് റേ ഉള്ള മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇത് μ2 divided by V എന്ന് പറഞ്ഞാൽ ഇമേജ് ഡിസ്റ്റൻസ്. ഇമേജ് ഡിസ്റ്റൻസ് ഈസ് -R2 മൈനസ് U എനിക്കറിയില്ല, അതിന് ഞാൻ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുന്നില്ല. μ1 divided by U ഈസ് ഈക്വൽ ടു μ2 മൈനസ് μ1 ഡിവൈഡ് ബൈ R എന്നുള്ളത് എന്താണ്? R എന്നുള്ള R1 ആണ്. R1 ഈ സോൾവ് ചെയ്യാണ് ആൻസർ ആയി കുട്ടികളെ. ദർ ഇസ് നത്തിങ് ടു വറി. ഇത് അങ്ങോട്ട് എടുക്കുക, ഇതിങ്ങോട്ട് എടുക്കുക. μ1 by U ഈക്വൽ ടു, ഇതിങ്ങോട്ട് വന്നില്ലേ മൈനസ്, ഇതിങ്ങോട്ട് വരുമ്പോൾ ഉള്ള മൈനസ് കൂടെ ഞാൻ കോമൺ ഔട്ട് ചെയ്തു. Then what is that? μ2 divided by R2 plus μ2 minus μ1 divided by R1. I will have to take LCM. And to do. Okay? ഈ സാധനം ഞാൻ കുറച്ച് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ലെറ്റ് ഇറ്റ് ബി ഹിയർ. അതിൻ്റെ റോള് കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് കാൽക്കുലേഷനാണ് വേണ്ടത്. That roll is over. Then μ1 by U I am writing as it is. Minus is written as it is. What you will get here? R1, R2. Here R1, R2. Here what will come? μ2 R1 plus μ2 minus μ1 times R1, R2. Like this you will get. Then അത് ഓപ്പൺ ചെയ്യാം നമുക്ക്. μ1 by U is equal to minus is already there. R1, R2 is there. ഇത് μ2 R1 plus μ2 R2 minus μ1 R2. ഇനി μ1 ഉള്ള ടേമുകൾ ഒന്നിപ്പിക്കാം നമുക്ക്. μ1 divided by U equal to minus R1 ഉള്ളത് ഏതാ? R1 അല്ല, μ1 ഉള്ളത് ഏതാ? μ2 ഉള്ളത് ഏതാ? μ2 ഉള്ളത് ഇത്. μ2 R1 plus R2 then minus μ1 R2 divided by R1 R2. ഇനി റെസിപ്രോക്കേറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുക. വാട്ട് യു വിൽ ഗെറ്റ്? U is equal to minus, this will go there, μ1 R1 R2 divided by μ2 R1 plus R2 minus μ1 R2. ഇതാണ് ഏത്? ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ. ഇനി ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആ വേണ്ടതെങ്കിൽ യു ഹാവ് ടു ടേക്ക് optic axis, where should the object be placed? If you want the object distance, take the magnitude of it. If you take the magnitude of it, what you will get? Magnitude of U. ഈ മൈനസ് കളഞ്ഞിട്ട് എഴുതിയാൽ മതി. μ1 R1 R2 divided by μ2 R1 plus R2 minus μ1 R2. Is it there such an equation? നോക്കൂ. μ1 R1 R2 μ2 R1 plus R2 minus μ1 R2. ഓക്കെ, ഇതേ ഇക്വേഷൻ, ഇതേ സംഭവം
നമുക്ക് എന്തും വെച്ചിട്ട് ചെയ്യാം. സിൽവറിങ് ഓഫ് മിറർ എന്ന കോൺസെപ്റ്റിലും വെച്ചിട്ട് ചെയ്യാം. ബട്ട് ഇറ്റ് വിൽ ബി ലെങ്തി. ദിസ് ഈസ് ഷോർട്ട്. നൗ നെക്സ്റ്റ് വൺ സി ദ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണെന്ന് ചോദിച്ചാൽ 57 എന്ന് പറയരുത്. കാരണം ഇതൊരു യൂണിറ്റ് വെക്ടർ അല്ല. കണ്ടോ, ഇറ്റ്സ് നോട്ട് എ യൂണിറ്റ് വെക്ടർ, ഇറ്റ് ഹാസ് മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഞാൻ ഇതിനെ ഒരു യൂണിറ്റ് വെക്ടർ ആക്കിക്കൊണ്ട് എഴുതാൻ പോവുക. നോക്കൂ, വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ദാറ്റ്? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 57 പിന്നെന്താ കോസ്. ഞാൻ ഇതിനെ മൊത്തത്തിൽ ഒമേഗ ടി എന്ന് എഴുതുകയാണ് കേട്ടോ. ഒമേഗ ടി ഇതിനെ മൊത്തത്തിൽ ഒമേഗ ടി എന്ന് എഴുതി. ദെൻ 5 ഇൻറ്റു minus 5 into 10 to the power minus 3. What is that? 3x plus 4y. 3x plus 4y. This is. Then what should I do? ഇനിയും ഇതിനെ യൂണിറ്റ് വെക്ടർ ആക്കി എഴുതാൻ പോവാ ഞാൻ. 4i minus 3j divide by 5. Now it's a unit vector. പക്ഷേ വാല്യൂ ചേഞ്ച് ചെയ്യാണ്ടിരിക്കാൻ ഐ ഹാവ് ടു ഗീവ് എ 5 ഹിയർ ഓൾസോ. ഇതാണ് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. 57 ഇൻറ്റു 5 ആണ് ആംപ്ലിറ്റ്യൂഡ്. മനസ്സിലായോ? ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് നോട്ട് 57 ഇൻറ്റു 5. ദെൻ അപ്പം വാട്ട് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ബി ഫീൽഡ്? B0. വാട്ട് വിൽ ബി ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ബി ഫീൽഡ്? ലെറ്റ് മീ റൈറ്റ്. B0 ഈസ് ഈക്വൽ ടു E0 ബൈ സി ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. E0 എത്രയാ? 57 ഇൻറ്റു 5 ഡിവൈഡ് ബൈ സി എത്രയാ? 3 ഇൻറ്റു 10 to the power 8. ലെറ്റ് ഇറ്റ് ബി ദെയർ. B0 കിട്ടി. അപ്പം എനിക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ ആണ് വേണ്ടത്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എൻ്റെ കയ്യിലുണ്ട്. ഫേസ് ഇതേ ഫേസ് ആണ്. ഇവിടെ എന്ത് വരും? ഇവിടെ ഏത് യൂണിറ്റ് വെക്ടർ വരുമെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ട്. ഏതാണെന്ന് നോക്കിയേ. നിങ്ങൾക്ക് മാഗ്നറ്റിക് ഫീൽഡാണ് വേണ്ടതെങ്കിൽ സി ക്രോസ് സി എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദിസ് വേവ് ക്രോസ് ബി ഇ. സി ക്രോസ് ഇ എന്ന് പറഞ്ഞാൽ ദിസ് വൺ ഹാവിൻ ടു സ്റ്റഡീഡ് ദിസ്. ലുക്ക് ഹിയർ, യു ഹാവ് സ്റ്റഡീഡ് ഇ ക്രോസ് ബി ഈസ് ഈക്വൽ ടു സി എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഓർഡറിൽ പെർമ്യൂട്ട് ചെയ്യാം. നിങ്ങൾക്ക് ബി ആ വേണ്ടതെങ്കിൽ എന്ത് ചെയ്യുക? ഇ എന്നെ ഇങ്ങോട്ട് മാറ്റിയാൽ മതി. സി ക്രോസ് ഇ. അപ്പോൾ സി എന്ന് പറയുന്നത് ഈ ഡയറക്ഷൻ, ഇതാണ് ഇതിൻ്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഈ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ എടുക്കണം. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു ഇത് എത്രയാണ്? 3i പ്ലസ് 4j യൂണിറ്റ് വെക്ടറാണ് ഡിവൈഡ് ബൈ 5 ക്രോസ് ഈയുടെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ ഓൾറെഡി ഉണ്ട്. 4i മൈനസ് 3j ഡിവൈഡ് ബൈ 5. ക്രോസ് എടുക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. ബി ഈസ് ഈക്വൽ ടു 5 5s are 25. 1 ഡിവൈഡ് ബൈ 25. ദെൻ ഐ ക്രോസ് ഐ 0 ഇപ്പോൾ മൈനസ് 9k. ഐ ക്രോസ് ജെ കെ. ഇതുമായിട്ടുള്ള ക്രോസിൽ -9 വരും. ഇനിയും ഇതുമായിട്ടുള്ള ക്രോസിൽ എത്ര കിട്ടുമെന്ന് ചോദിച്ചാൽ 16 കിട്ടും. പക്ഷേ ജെ ക്രോസ് ഐ -k ആണ്. -k. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 25 ആണ്. അത് ഇതിനെ ക്യാൻസൽ ചെയ്യും. വാട്ട് യു ഗെറ്റ് ഈസ് ബി ഈസ് ഈക്വൽ ടു -k എന്ന് കിട്ടി. ശരിയല്ലേ? -k. ബിയുടെ ഡയറക്ഷൻ -k ആണ്. ഇനി എങ്ങനെ ബി എഴുതാം? ഹൗ ടു റൈറ്റ് ബി? ബിയുടെ മാഗ്നിറ്റ്യൂഡും ബിയുടെ ആംപ്ലിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. ബി എങ്ങനെ എഴുതുന്നതെന്ന് നോക്കി. ബി ഈസ് ഈക്വൽ ടു B0 വിച്ച് ഈസ് ദിസ് 57 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 10 to the power 8. പിന്നെ കോസ് ഓഫ് ദിസ് തിങ് ഐ എം നോട്ട് ഗോയിങ് ടു റൈറ്റ്. ഇതുപോലെ എഴുതുക. കോസ് ഓഫ് ദിസ് തിങ്. പിന്നെ യൂണിറ്റ് വെക്ടർ ഏതാണ്? -k. ഈ 5 കൂടെ അങ്ങോട്ട് എടുക്കുക. അങ്ങനെയായിരിക്കും ഓപ്ഷൻ തന്നിട്ടുള്ളത്. ഈ 5 കൂടെ അങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ബി ഈസ് ഈക്വൽ ടു 57 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 10 to the power 8 കോസ് ഓഫ് ദിസ് തിങ്. ദിസ് വൺ കോസ്. കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്യുക. ലെറ്റ് മീ റൈറ്റ്. കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്യുക. ഇതിവിടെ അല്ലെങ്കിൽ ഇതിവിടെ. ഈ 5 ഇവിടുത്തെ 5 -k. അപ്പോൾ 5k മൈനസ് ആദ്യമേ ഇട്ടാൽ മതി. മൈനസ് ഇവിടെ ഇടണമെന്ന് മാത്രം. അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ എന്ന് നോക്കി. മൈനസ് വരുന്ന ആൻസർ -57 ഡിവൈഡ് ബൈ 3k കോസ് ദിസ് 5k. ഹിയർ ഇറ്റ് ഈസ്. ഇവിടെ ഇതാണ് ആൻസർ കേട്ടോ.
Now, next one. The motion of aeroplane is represented by velocity time graph. Velocity time graph ആണ് ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ എയറോപ്ലെയിൻ. ഏരിയ കണ്ടുപിടിച്ചാൽ ഡിസ്റ്റൻസ് ആയി. ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ എവിടം വരെയുള്ള ടൈമാണ് വേണ്ടത്? ഫസ്റ്റ് 30.5 സെക്കൻഡ്. 30.5 എന്ന് പറഞ്ഞാൽ ദേ ഇവിടം വരെ. അവിടം വരെയുള്ള ഏരിയ നമുക്ക് വേണം. അതിന് ഈ ട്രപ്പീസ്യത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ വി ടി ഗ്രാഫ്. അപ്പോൾ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ബേസ് ഇൻറ്റു ആവറേജ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 200 പ്ലസ് 400 ഡിവൈഡ് ബൈ 2 ഇൻറ്റു ബേസ് എത്രയാണ്? 2 പ്ലസ് ദെൻ ഈ ഏരിയയും കൂടെ കണ്ടുപിടിക്കണം. ഇതെത്രയാണ്? 30.5 നിന്ന് 2 പോയാൽ 28.5 ഇൻറ്റു ഹൈറ്റ് 400. ഇത് സിമ്പിളാണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് 12,000 മീറ്റർ എന്ന് കിട്ടും. 12,000 മീറ്റർ. യെസ്, മൾട്ടിപ്ലൈ ഇറ്റ് ഇസ് നോട്ട് ഡിഫിക്കൽട്ട്. അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു 12 കിലോമീറ്റർ എന്ന് കിട്ടും. 12 കിലോമീറ്റർ. ഹിയർ ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കൺസിഡർ എ സർക്കുലർ ഡിസ്ക് ഓഫ് റേഡിയസ് 20 സെൻറ്റിമീറ്റർ വിത്ത് സെൻറ്റർ ലൊക്കേറ്റഡ് അറ്റ് ദ ഒറിജിൻ. എ സർക്കുലർ ഹോൾ ഓഫ് റേഡിയസ് 5 സെൻറ്റിമീറ്റർ ഈസ് കട്ട് ഫ്രം ദിസ് ഡിസ്ക് ഇൻ സച്ച് എ വേ ദാറ്റ് എഡ്ജ് ഓഫ് ദ ഹോൾ ടച്ചസ് ദ എഡ്ജ് ഓഫ് ദ ഡിസ്ക്. എഡ്ജ് രണ്ടും ടച്ച് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ദ ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് റെസിഡ്യുവൽ ഓർ റിമൈനിങ് ഡിസ്ക് ഫ്രം ദ ഒറിജിൻ ഈസ് ഈക്വൽ ടു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. പക്ഷേ ഇതിൽ ചോദിച്ചിട്ടുള്ള ഒരു ചെറിയ വെറൈറ്റി ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണെന്ന് നോക്കി. റേഡിയസ് എത്രയാണ്? ഇതിൻ്റെ ആക്ച്വൽ റേഡിയസ് എത്രയാണ്? 20 ആണ്. ഇതിൻ്റെ റേഡിയസ് എത്രയാണ്? 5 ആണ്. അല്ലേ? 25 എന്ന് പറഞ്ഞാൽ ഇത് 6 എടുക്കുകയാണെങ്കിൽ, ഈ റേഡിയസ് നിങ്ങൾ 6 എടുക്കുകയാണെങ്കിൽ ഈ റേഡിയസ് r/5 എടുക്കണം. r/5 അല്ല, r/5 അല്ലേ ഇതിൻ്റെ റേഡിയസ്? r/4 എന്ന് പറഞ്ഞാൽ 4/1 റേഡിയസ് ഉള്ള ഒരു സാധനമാണ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇനിയും ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ആക്ച്വലി കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെയാണെന്ന് നമുക്കറിയാം. എവിടെയാണ്? ഒറിജിൻ. കട്ട് ചെയ്യുന്നതിന് മുമ്പ്. ഓക്കെ, ഇതാണെന്ന് വിചാരിക്കുക. കട്ട് ചെയ്യുന്നതിന് മുമ്പ് ആ ടോട്ടൽ ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസ് എവിടെയായിരുന്നു? 0-യിലായിരുന്നു. അതിൻ്റെ എക്സ് കോർഡിനേറ്റ് 0 ആയിരുന്നു. ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് എത്രയായിരിക്കും പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് എത്ര? ഇത് 0 ആണെങ്കിൽ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് എത്രയായിരിക്കും? 6-ൽ നിന്ന് r/4 പോകണം. ശരിയല്ലേ? 6-ൽ നിന്ന് r/4 പോയാൽ 3r/4 ആണ് ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ്. അപ്പോൾ ഈ കട്ട് ചെയ്ത മാസിനെ ഒരു നെഗറ്റീവ് മാസമായിട്ട് കരുതുക. എന്നിട്ട് XCM കണ്ടുപിടിക്കുമ്പോൾ നെഗറ്റീവ് മാസമായിട്ട് കരുതുമ്പോൾ XCM കണ്ടുപിടിക്കുമ്പോൾ m1 x1 പ്ലസ് m2 x2. m2നെ മൈനസ് m2 x2. കാരണം എന്താ? m2 ഈസ് എ നെഗറ്റീവ് മാസായിട്ട് എഴുതി. കട്ട് ചെയ്ത് കളഞ്ഞ മാസ് നെഗറ്റീവ് മാസായിട്ട് എഴുതി. ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്നുള്ളത് m1 മൈനസ് m2 എന്ന് വരും. ദിസ് ദ സിറ്റുവേഷൻ ഇഫ് സംതിങ് ഈസ് കട്ട്. ആ കട്ട് ചെയ്ത പോർഷനെ ഒരു നെഗറ്റീവ് മാസമായിട്ട് എഴുതിയാൽ മതി. അപ്പോൾ XCM ഈസ് ഈക്വൽ ടു m1 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാസ് m എന്ന് എടുക്കുക. x1 എന്താ? 0. ഇനിയും കട്ട് ചെയ്ത മാസ് ഇതിൻ്റെ ടൈമിൽ എഴുതണം. കട്ട് ചെയ്ത റേഡിയസ് എത്രയാണ്? r/4 അല്ലേ? അപ്പോൾ കട്ട് ചെയ്ത മാസ് m/16 ആയിരിക്കും. m/16 കട്ട് ചെയ്ത മാസ്. വൈ? ബിക്കോസ് mass is directly proposed to area here. Mass is directly proposed to area. Area is directly proposed to square of radius. അപ്പോൾ റേഡിയസ് r/4 ആയാൽ മാസ് എത്രയായിരിക്കും? r/16 ആവും. അതിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. 1/4ൻ്റെ സ്ക്വയർ 1/16. അപ്പോൾ മൈനസ് m/how much? 16. അതിൻ്റെ കോർഡിനേറ്റ് എത്രയാണ്? r/4 ഡിവൈഡഡ് ബൈ m മൈനസ് m/16. So XCM is equal to ഇത് 0 ആയിപ്പോയി. അപ്പോൾ വാട്ട് ഡിഡ് വി ഗെറ്റ്? മൈനസ് mr അല്ലെങ്കിൽ m/16 ഇൻറ്റു r/4. ഇതെത്ര കിട്ടി? 15 ഡിവൈഡഡ് ബൈ 15m/16. 15m/16. ഈ m വെട്ടിക്കളയാം, ഈ 16 വെട്ടിക്കളയാം. വാട്ട് you will get is you will get r divided by XCM, the distance of center of mass of the remaining. Okay, പുതിയ r divided by 60 എന്ന് കിട്ടി. r divided by 60. r എത്രയാണ്? Is it right?
m/16. Oh, this is r/4 അല്ല, അതിൻ്റെ റേഡിയസ് ആണ് r/4. I am sorry. ഇതിൻ്റെ x coordinate 3r/4 അല്ലേ, 3r/4. The second one in the x coordinate of that removed portion is 3r/4. 3r/4. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 15 4 60, 3r/6 എന്ന് കിട്ടി, 60 എന്ന് കിട്ടി. അപ്പോൾ xcm is equal to 3 into r എത്രയായിരുന്നു, 20 അല്ലേ, by 60. That is equal to 1 centimeter. മൈനസ് ഉണ്ട് കേട്ടോ, there is a minus. എന്ന് പറഞ്ഞാൽ പുതിയ ലൊക്കേഷൻ എവിടെയായിരിക്കും, ഈ 0യുടെ അപ്പുറത്തായിരിക്കും ഇപ്പുറത്തായിരിക്കും എന്ന്. അതിൻ്റെ ലൊക്കേഷൻ എത്രയായിരിക്കും, -1 സെൻറ്റിമീറ്റർ ആയിരിക്കും പുതിയ സെൻറ്റർ ഓഫ് മാസ്. റീമെയിനിങ് പോർഷൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഇവിടെയായിരിക്കും. എത്ര ഷിഫ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ 1 സെൻറ്റിമീറ്റർ ഷിഫ്റ്റ് ചെയ്തു എന്ന് പറയണം. ഷിഫ്റ്റഡ് ബൈ 1 സെൻറ്റിമീറ്റർ, ഷിഫ്റ്റഡ് ബൈ 1 സെൻറ്റിമീറ്റർ. ഈസ് ഇറ്റ് ദേ? ഹിയർ ഇറ്റ് ഈസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എ പോസിറ്റീവ് അയോൺ എ ആൻഡ് എ നെഗറ്റീവ് അയോൺ ബി ഹാസ് ചാർജ്. 2 അയോണുകളുടെയും ചാർജ് തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് മാസും തന്നിട്ടുണ്ട്. അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ് ദ അയോൺ ആർ സെപ്പറേറ്റഡ് ബൈ certain distance r. What is the at that instant the ratio of magnitude of electric force to gravitational force? ഇതാന്ന് പറയുന്നുണ്ട്, p into 10⁻13, where the value of p is equal to 1/4πε0 വാല്യൂ തന്നിട്ടുണ്ട്, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് വാല്യൂയും തന്നിട്ടുണ്ട്. ഓക്കെ, വി വിൽ സീ ദാറ്റ്. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ആദ്യമേ ഇലക്ട്രിക് ഫോഴ്സ് കണ്ടുപിടിക്കുക. ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ കെയുടെ വാല്യൂ അറിയാമല്ലോ, 1/4πε0, Q1 Q2 ഡിവൈഡഡ് ബൈ r². അതുപോലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നിങ്ങൾക്കറിയാം, കെയ്ക്ക് പകരം g, m1 m2 ഡിവൈഡഡ് ബൈ r². ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ റേഷ്യോ ചോദിച്ചതുകൊണ്ട് ജസ്റ്റ് ഡിവൈഡ്. അപ്പോൾ എന്ത് പോകും, ഈ r² പോകും. r² പോയിട്ട് നിങ്ങൾക്ക് എന്ത് വരുമെന്ന് നോക്കൂ. വാട്ട് യു വിൽ ഗെറ്റ്, ഇലക്ട്രിക് ഫോഴ്സ് ഡിവൈഡ് ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു, ഇവിടെ k വരും, Q1 Q2 വരും, ഇവിടെ എന്ത് വരും, g വരും, m1 m2 വരും. ഇതെല്ലാം ക്വസ്റ്റ്യനിലുണ്ട്, സിംപ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു, കെയുടെ വാല്യൂ എത്രയാണ്, 9 into 10⁹. ലെറ്റ് മീ സബ്സ്റ്റിറ്റ്യൂട്ട് 9 into 10⁹. Q1 എത്രയാണ്, 6.67. Q2 എത്രയാണ്, 9.6. ഇത് 10⁻⁻19, അത് 10⁻⁻10. അപ്പോൾ 10⁻⁻29 എഴുതി. ഡിവൈഡഡ് ബൈ ജിയുടെ വാല്യൂ 6.67 into 10⁻⁻11. മാസ് എത്രയാണ്, മാസ് 19.2ഉം 9ഉം 20. അപ്പോൾ 10 to the power ഇത് എത്ര, 27 -54 എന്ന് വന്നു. ഇത് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ്, നിങ്ങൾക്ക് ഏതൊക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ നോക്കൂ. 6.2 ഇത് ക്യാൻസൽ ചെയ്യാം, ഈ 9 ക്യാൻസൽ ചെയ്യാം. ഇവിടെ എത്രയായി, 9.6, ഇത് 2 times. അപ്പോൾ വാട്ട് യു ഗെറ്റ് ഈസ് 1/2 into 54, 29, 54, 30 ആണെങ്കിൽ ഇത് 30 എന്ന് കരുതുകയാണെങ്കിൽ 30. അപ്പോൾ 54, 10 to the power 53 minus 29. Anyhow, this is not equal to this. See here. ഈ തന്ന് ഇവിടെ 10⁻⁻13 തന്നിട്ടുള്ളത്. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ്. അപ്പോൾ ഇതും എന്ത് തന്നെയായിരിക്കും, ബോണസ് തന്നെയായിരിക്കും. ബോണസ് മാർക്കായിരിക്കും ഇതിലും വരാൻ പോകുന്നത്. ഓക്കെ, therefore the given answer doesn't match with this. Next question. 2 particles are located at equal distance. Very important. Equal distance ആണെന്ന് പറയുന്നുണ്ട്. Equal distance from origin. The position vector of these are given. See, എയുടെയും ബിയുടെയും പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്. അപ്പോൾ ഈക്വൽ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് അവയുടെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കണം, ഇല്ലേ? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഒരു റിലേഷൻ നമുക്ക് കിട്ടും റെസ്പെക്റ്റീവ്ലി. ഈ ബോത്ത് വെക്ടേഴ്സ് ആ റൈറ്റ് ആംഗിൾ, കണ്ടോ, റൈറ്റ് ആംഗിൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കണം. അപ്പോൾ 2 റിലേഷൻ, 2 അൺനോൺ, എന്നും കെയും അൺനോണാണ്, എന്നും പിയും അൺനോൺ ആണ്. അപ്പോൾ 2 റിലേഷൻ, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇക്വേറ്റ് ചെയ്യുക. മാഗ്നിറ്റ്യൂഡ് എത്രയാണ്, 4 + 9n² + 4 ഈക്വൽ ടു 4 + 4 + 4 + 4 + 16p². ഈ 4ഉം 4ഉം വെട്ടി, ഈ 4ഉം 4ഉം വെട്ടിയാൽ നിങ്ങൾക്ക് സ്ക്വയർ റൂട്ട് എടുക്കുകയാണെങ്കിൽ
you will get 3n square is equal to plus or minus 4. 3n square വരില്ല, 3n സ്ക്വയർ റൂട്ട് എടുക്കുമല്ലേ. അപ്പോൾ ദിസ് ഈസ് 3n ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 4p എന്നൊരു റിലേഷൻ കിട്ടി. ഇനിയും ഇവയ്ക്ക് ഓർത്തോഗണലാണ്, രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലറാണ്. ദാറ്റ് മീൻസ് ഡോട്ട് പ്രോഡക്റ്റ് ഷുഡ് ബി 0. 2 into 2 4 minus 3 2s are 6n plus 8p must be equal to 0. Dot product must be equal to 0. അപ്പോൾ പിക്ക് എന്ത് എഴുതാൻ പറ്റും? p can be written as replace 3/4 plus or minus 3/4n എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ലെറ്റ് മീ ടേക്ക് ദിസ് 4 minus 6n plus 8p equal to 0 എന്നുള്ളിടത്ത് 4 minus 6n plus or minus 8 into what you will get 3/4n equal to 0. അങ്ങനെ ഒരു റിലേഷൻ കിട്ടി. 4 minus 6n plus or minus 6n equal to 0. അപ്പോൾ പ്ലസ് എടുക്കുകയാണെങ്കിൽ you will get അപ്പോൾ പ്ലസ് എടുക്കുകയാണെങ്കിൽ there is no solution ഇല്ലേ. മൈനസ് എടുക്കുകയാണെങ്കിൽ 4 minus 12n equal to 0. n is equal to 1/3 എന്ന് കിട്ടി. Therefore n inverse ഇവിടെ ചോദിച്ചിട്ടുള്ളത്. n inverse എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റെസിപ്രോക്കൽ 3. Therefore the answer is 3. n inverse is equal to 3. Okay. Next question. A gas, ideal gas, initially at 0 degree Celsius temperature is compressed suddenly to 1/4 of its volume. See, compressed suddenly to 1/4 of its volume. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇനീഷ്യൽ ഫൈനൽ സ്റ്റേജ് നോ ഹീറ്റ് ഇൻട്രാക്ഷൻ, പെട്ടെന്നല്ലേ കംപ്രസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഇനീഷ്യലും ഫൈനൽ സ്റ്റേജും ഒരു അഡിയബാറ്റിക് കർവിലായിരിക്കും ഉണ്ടാകുക. പ്രോസസ്സ് അഡിയബാറ്റിക് ആണെന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് സഡൻ പ്രോസസ്സ്, ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് അല്ല. പക്ഷേ ഇതിൻ്റെ ഇനീഷ്യലും ഫൈനലും അഡിയബാറ്റിക് കർവിലായിരിക്കും ഉണ്ടാകുക. ഇത് വി കംപ്രസ് അല്ലേ ചെയ്തേ, കംപ്രസ്ഡ്. ആദ്യമേ വോളിയം എത്രയായിരുന്നു? വി 1/4 ഓഫ് ഇറ്റ്സ് വോളിയം. അതിനെ കംപ്രസ് ചെയ്ത് വോളിയം v/4 ആയി. ഇനീഷ്യൽ ടെമ്പറേച്ചർ എത്രയായിരുന്നു? 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 273 കെൽവിൻ ആയിരുന്നു ഇനീഷ്യൽ. ഈ ടെമ്പറേച്ചർ എത്രയാണ്? T2 എത്രയാണെന്നാണ് ചോദ്യം. ഇഫ് ദ റേഷ്യോ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ടു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഗാമയാണിത്. CP/CV ഗാമ തന്നിട്ടുണ്ട്. ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഡ്യൂറിങ് ദ തെർമോഡൈനാമിക്സ്, ചേഞ്ച് ഇൻ ടെമ്പറേച്ചറാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫൈനൽ ടെമ്പറേച്ചർ കണ്ടുപിടിച്ചിട്ട് രണ്ടുകൂടെ സബ്ട്രാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ടെമ്പറേച്ചറും വോളിയവും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ആലോചിക്കൂ. T(V)(γ-1) is a constant. അപ്പോൾ T2 ഡിവൈഡ് ബൈ T1 ഈക്വൽ ടു V1/V2 ഇൻവേഴ്സ് γ-1 ആയിരിക്കണം. T2 അറിയില്ല, T1 273 ആണ്, ഈക്വൽ ടു V1 V ആണ്, V2 എത്രയാണ്? V/4, 4 മുകളിലോട്ട് പോട്ടെ. 4 ഗാമ എത്രയാ? 3/2 -1. അപ്പോൾ T2 ഡിവൈഡ് ബൈ 273 ഈക്വൽ ടു ഇത് എത്രയാ? 1/2. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 2 എന്നായി. T2 കിട്ടി. T2 ഈക്വൽ ടു 2 into 273. നിങ്ങൾക്ക് ഡെൽറ്റ ടി ആണ് വേണ്ടത്. ദാറ്റ് ഈസ് T2 മൈനസ് T1. T2 2 into 273, T1 273 എന്ന് പറഞ്ഞാൽ 273 കിട്ടും ആൻസർ. 273. ആൻസർ ഈസ് 273. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ഫോഴ്സ് F is equal to x²y(i) plus y²j acts on a particle in a plane x plus y is equal to 0. എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഈ പ്ലെയിനിലാണ്. ഫോഴ്സിൻ്റെ കമ്പോണൻ്റ് ഉണ്ടല്ലോ, എക്സും വൈയും ഈ റിലേഷൻ ഒബേ ചെയ്യുന്നു. അല്ലാണ്ട് പാർട്ടിക്കിൾ ഈ പ്ലെയിനിലാണെന്നല്ല പറയുന്നത്. പാർട്ടിക്കിൾ ഈസ് ഇൻ XY പ്ലെയിൻ, മേ ബി ഇൻ XY പ്ലെയിൻ ഓർ സംവെയർ എൽസ്. പക്ഷേ ഫോഴ്സ് ഈ റിലേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നു. x plus y is equal to 10 സാറ്റിസ്ഫൈ ചെയ്യുന്നു. വർക്ക് ഡൺ ബൈ ദിസ് ഫോഴ്സ് ഡ്യൂറിങ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം 0 to 4 meter 2 meter ഈസ് ഇൻ ജൂൾ, റൗണ്ട് ഓഫ് ടു നിയറസ്റ്റ് ഇൻറ്റീജർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത് നമുക്കൊരു കാര്യം ചെയ്യാം, യൂഷ്വൽ മെത്തേഡിൽ ചെയ്യാം. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറയും. ഓക്കെ, സാധാരണ വർക്ക് ഡൺ എങ്ങനെയാണ്? ബൈ വേരിയബിൾ ഫോഴ്സ് ഹാവിങ് 2 കമ്പോണൻറ്റ് നമ്മൾ ചെയ്യുക. ഇൻ്റഗ്രൽ Fx dx ഫ്രം x1 to x2 പ്ലസ് ഇൻ്റഗ്രൽ Fy dy
y1 to y2. y1 to y2. Okay, if it is a conservative force, it can be done like that. ഇത് ആക്ച്വലി കൺസർവേറ്റീവ് അല്ല, ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മളങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എന്താ പ്രശ്നമെന്ന് ഞാൻ പറയാം. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എഫ് എക്സ് എത്രയാണ്? എക്സ് സ്ക്വയർ വൈ, എക്സ് സ്ക്വയർ. വൈക്ക് ഞാൻ എന്ത് എഴുതുക? ഈ വൈനെ ഒഴിവാക്കണം. വൈക്ക് പകരം 10 മൈനസ് എക്സ് എന്ന് എഴുതാം. 10 മൈനസ് എക്സ് ഇൻ്റഗ്രൽ ഡി എക്സ് ഉണ്ട്. എവിടെ നിന്ന് എങ്ങോട്ട്? 0 നിന്ന് 4 വരെ. 0 to 4. Then plus fy. What is fy? y square dy from y1 to y2. 0 to 2. ഇത് സിമ്പിൾ ഇൻ്റഗ്രൽ ആണ്. ലെറ്റ് us do it. ഇത് എത്ര കിട്ടും? 10x സ്ക്വയർ. അപ്പോൾ 10x ക്യൂബ് ഡിവൈഡ് ബൈ 3 എന്ന് വന്നു. Then there is minus x cube, x to the power 4 divided by 4 എന്ന് വന്നു. Then which limit? 0 to 4 plus y cube by 3 0 to 2. ഇങ്ങനെ വന്നു. ഇനി നമ്മൾ ഈ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടുമെന്ന് നോക്കാം. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 4ൻ്റെ ക്യൂബ്. 4ൻ്റെ ക്യൂബ് 4 64, 640/3 മൈനസ് 4 to the power 4 16 into 16. അപ്പോൾ 4 ഈ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 into 16 എന്ന് വന്നു. 4 into 16 ഓക്കെ. പ്ലസ് ഇത് 8/3 എന്ന് വന്നു. ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് LCM 3 എടുക്കാം. ക്യാൻ വി ഡു എനിത്തിങ് എൽസ്? നോ. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 640 മൈനസ് 12. 3 LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 ഇൻറ്റു 16. 16 ഇൻറ്റു 12 ചെയ്യുമ്പോൾ 2 12 2 ഇഷ്ടം 1 1 2 2 1 3 16 2 9 1 192 plus 8 all divided by 3. What you will get? 648 minus 192. 6 5 4 456 divided by 456 divided by 3. 1 5 2. 152 ആൻസർ വരും. 152. പക്ഷേ ഇതിലൊരു ചെറിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ല. പാത്ത് അറിയാണ്ട് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊരു കൺസർവേറ്റീവ് ഫോഴ്സ് അല്ല. കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ മാത്രമേ നമുക്ക് പാത്ത് നോക്കാതെ ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് ഞാനിത് കൺസർവേറ്റീവ് ഫോഴ്സ് അല്ല എന്ന് ചോദിച്ചാൽ, കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ ഈ കണ്ടീഷൻ പാലിക്കണം. ഏതാ? അതിൻ്റെ ഫോഴ്സിൻ്റെ എക്സ് കമ്പോണൻറ്റിൻ്റെ y ഡെറിവേറ്റീവ് മസ്റ്റ് ബി ഈക്വൽ ടു ഫോഴ്സിൻ്റെ y കമ്പോണൻറ്റിൻ്റെ എക്സ് ഡെറിവേറ്റീവിന് ഈക്വൽ ആയിരിക്കണം. എങ്കിലേ കൺസർവേറ്റീവ് ആവുള്ളൂ. ഫോഴ്സ് ഹാവിങ് 2 കമ്പോണൻറ്റ് കൺസർവേറ്റീവ് ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള മാർഗ്ഗമാണിത്. ഫോഴ്സിൻ്റെ എക്സ് കമ്പോണൻറ്റ് എടുക്കും. ഇതാണ് ഇതിൻ്റെ എക്സ് കമ്പോണൻറ്റ്. അതിൻ്റെ y ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ fx dy എന്ന് പറഞ്ഞാൽ x സ്ക്വയർ അല്ലേ y ഡെറിവേറ്റീവ്. ഇതിൻ്റെ എക്സ് ഡെറിവേറ്റീവ് എന്താ? ഇതിൻ്റെ എക്സ് ഡെറിവേറ്റീവ് 0 ആണ്. ആർ ദ ഈക്വൽ? ദേ ആർ നോട്ട് ഈക്വൽ. ദെർഫോർ ദേ ആർ നോട്ട് കൺസർവേറ്റീവ് ഫോഴ്സ് ആൻഡ് വർക്ക് ഡൺ കനോട്ട് ബി ഫൗണ്ട് ലൈക്ക് ദിസ്. ഇതിൻ്റെ വർക്ക് ഡൺ കണ്ടുപിടിക്കണമെങ്കിൽ ഏത് പാത്തിൽ കൂടിയാണ് ഇത് എടുത്തതെന്ന് അറിയണം. ഏത് പാത്തിൽ കൂടിയാണ് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് കൊണ്ടുവന്നത്. എന്നിട്ട് ആ പാത്തിൽ വേണം ഈ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ. നമ്മളിപ്പോൾ പാത്തൊന്നും മൈൻഡ് ചെയ്യാണ്ട് വെറുതെ ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇത് കറക്റ്റ് ആൻസർ അല്ല. ഇൻഫാക്ട് 100% കറക്റ്റ് ആൻസർ അല്ല ഇത്. 100% അല്ല, ദിസ് നോട്ട് എ കറക്റ്റ് ആൻസർ. അൺലെസ് യു നോ ദ പാത്ത് യു കനോട്ട് ഡു ഇറ്റ്. ദാറ്റ്സ് എ പ്രോബ്ലം. എനിഹൗ ജയ് ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ അങ്ങ് ചെയ്ത് ഒഴിവാക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. In a given circuit, the sliding contact is pulled outward such that the electric current in the circuit changes at a rate. Pull outward എന്നാണ് പറഞ്ഞത്. അപ്പോൾ കറണ്ട് റെഡ്യൂസ് ചെയ്യുകയായിരിക്കും. പുൾ ഔട്ട് റെസിസ്റ്റൻസ് കൂടുമല്ലേ, കറണ്ട് ഈസ് റെഡ്യൂസിങ്. di/dt ഉണ്ടല്ലോ, എത്രയാണ്? 8 ആംപിയർ പെർ സെക്കൻഡ്. അപ്പം -8 ആംപിയർ പെർ സെക്കൻഡ് ആയിരിക്കും. എന്തുകൊണ്ടാണ് കറണ്ട് റെഡ്യൂസ് ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞത്? റെസിസ്റ്റൻസ് കൂടിയാണ്. ഇറ്റ് ഈസ് ബീങ് പുൾഡ് ഔട്ട് അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ് വെൻ R is 12 ohm.
ഈ R 12 ഓം ആകുന്ന സമയത്ത് വാല്യൂ ഓഫ് കറണ്ട് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. കറണ്ട് എത്ര എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ കിർച്ചോഫ് വോൾട്ടേജ് റൂൾ അപ്ലൈ ചെയ്യുക. ഇതിൻ്റെ EMF നമ്മുടെ കയ്യിലുണ്ട്, L ഉണ്ട്. അപ്പം നമുക്കറിയാം ഇവിടുന്ന് കിർച്ചോഫ് വോൾട്ടേജ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ E മൈനസ് L di/dt മൈനസ് IR ലൂപ്പ് I ഈസ് ഈക്വൽ ടു 0. E എത്രയാണ്? 12 വോൾട്ടാണ്. മൈനസ് L എത്രയാ? 3. di/dt എത്രയാ? -8. മൈനസ് I അറിയില്ല, R 12 ഈക്വൽ ടു 0. അപ്പം ഇതെത്രയായി? 24 36. I ഈസ് ഈക്വൽ ടു 36/12 എന്ന് വന്നു. 3 ആംപിയർ ആണ് അപ്പോഴത്തെ കറണ്ട്. 3 ആംപിയർ ഈസ് ദ കറണ്ട് ദെൻ. ഓക്കെ, അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും കഴിഞ്ഞു. അതിൽ കുറച്ച് ഡിഫിക്കൽട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.